സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി ആർ ബീൻ ഡിസ്കസിങ് അബൌട്ട് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക്, അതിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വിച്ച് ക്യാൻ ബി സീൻ ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ വി ആർ ഡിസ്കസ് ദ കോസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓർ ഇമ്പാക്ട് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. And also we have discussed about the measurement of unemployment. ഏത് രീതിയിലാണ് അൺഎംപ്ലോയ്മെന്റ് മെഷർ ചെയ്യുന്നത്? സോ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിലീസ്ഡ് ബൈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് റിലീസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സും ലൈക്ക് വർക്ക് പോപ്പുലേഷൻ റേഷ്യോ, പ്രപ്പോർഷൻ അൺഎംപ്ലോയിഡ്, പോൾ ഇൻഡിക്കേറ്റേഴ്സും ഈ പറഞ്ഞ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേക്കകത്ത് കാണാൻ കഴിയും. സോ നെക്സ്റ്റ് നമുക്ക് ഇനി പെൻഡിങ് ഉള്ളത് സ്കീംസ് ആണ്. അൺഎംപ്ലോയ്മെന്റ് ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വിവിധങ്ങളായ സ്കീംസ് ആണ്. കാരണം നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് അൺഎംപ്ലോയ്മെന്റ് രണ്ട് പാറ്റേൺ, അതേപോലെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ് എന്നാണ് സിലബസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വി വിൽ ഡിസ്കസ് ചില സ്കീംസ് ഒരു ബേസിക് ഐഡിയ പ്രൊവൈഡ് ചെയ്യും, ചില സ്കീംസിനെ പറ്റി ഒരു ബേസിക് അവയർനെസ് പ്രൊവൈഡ് ചെയ്യും. എന്നാൽ NG നരേഗ, നമ്മുടെ മൻരേഗ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, ആ ആക്ടിനെ മാത്രം, അല്ലെങ്കിൽ ആ ഒരു സ്കീമിനെ മാത്രം നമ്മൾ ഡീറ്റെയിൽ പഠിക്കും. കാരണം അതാണ് ഇപ്പോഴുള്ള നിലവിലുള്ള ഏറ്റവും വലിയ എംപ്ലോയ്മെന്റ് സ്കീം. സോ സ്റ്റാർട്ട് ചെയ്യാം. എനി അതർ ഡൗട്ട്? എന്തെങ്കിലും സംശയം ഉണ്ടോ വേറെ? ഇല്ല. ഓക്കെ. സോ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സിനെ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഗവൺമെന്റ് നടപ്പിലാക്കിയ എംപ്ലോയ്മെന്റ് പോളിസീസ്. മറ്റൊന്ന്, ഗവൺമെന്റ് നടപ്പാക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് പോളിസീസ്, ആളുകളുടെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയുള്ള മെഷേഴ്സ്. നെക്സ്റ്റ് ഈസ് ഗവൺമെന്റ് എടുത്തേക്കുന്ന ഈ പറഞ്ഞ ഓണ്ടർപ്രണർഷിപ്പോ അല്ലെങ്കിൽ സംരംഭകത്വം തുടങ്ങാനുള്ള മെഷേഴ്സ്. ഇങ്ങനെ ഡിഫറെന്റ് രീതിയിൽ എന്ത് ചെയ്യാം, ഗവൺമെന്റ് എടുക്കുന്ന അൺഎംപ്ലോയ്മെന്റ് മെഷേഴ്സിനെ അല്ലെങ്കിൽ കൗണ്ടർ അൺഎംപ്ലോയ്മെന്റ് മെഷേഴ്സിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. സോ ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദ എംപ്ലോയ്മെന്റ് പോളിസീസ് ഓഫ് ദ ഗവൺമെന്റ്. സോ when we discussed planning in India, we have discussed or we have gone through various employment schemes. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മ കാണും. നമ്മൾ പ്രത്യേകിച്ച് സിക്സ്ത് പ്ലാൻ പറയും. സിക്സ്ത് പ്ലാൻ പറയുമ്പോഴാണ് ധാരാളം എംപ്ലോയ്മെന്റ് സ്കീംസ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത്. പ്രത്യേകിച്ച് 1980 ആ ടൈമിലൊക്കെ ധാരാളം സ്കീംസ് വരുന്നുണ്ട്. ലൈക്ക് IRDP, NREP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, RLEGP എന്നീ നിരവധി എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ അതിൽ ചില ഇമ്പോർട്ടൻറ്റ് സ്കീംസ് നമുക്ക് നോക്കാം. അതിലൊന്നാണ് IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. സോ ഈ ഒരു സ്കീമിന്റെ പ്രത്യേകത, ദ മെയിൻ എയിം ഓഫ് ദ സ്കീം ഈസ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പുവർ ആൻഡ് ആൾസോ ഡെവലപ്പ് ദ റൂറൽ ഏരിയ. സോ ഗ്രാമീണ മേഖലയുടെ വികസനവും അതേപോലെ എംപ്ലോയ്മെന്റും ഒരേപോലെ ലക്ഷ്യം വെക്കുന്ന ഒരു മിഷൻ ആയിരുന്നു IRDP. ആൻഡ് ഇൻ ദിസ് സ്കീം യു ക്യാൻ സീ ദർ ഈസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് ദ സ്കിൽസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. ഗ്രാമത്തിലുള്ള വ്യക്തികളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അവിടെയുള്ള ആസ്തി വികസനം അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനം ഇംപ്രൂവ് ചെയ്യാനും ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് IRDP. 1980 ഈ സ്കീം വരുന്നത്. ഇതേപോലെ അത് കഴിഞ്ഞ് 1989 ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒരു സ്കീമായിരുന്നു, ഡ്യൂറിംഗ് ദ 7th പ്ലാൻ വരുന്ന സ്കീമായിരുന്നു ജവഹർ റോസ്ഗർ യോജന. ആൻഡ് വെൻ വി ഡിസ്കസ്ഡ് പ്ലാനിങ് ഇറ്റ് സെൽഫ്, ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന RLEGP അതുപോലെ NREP പ്രോഗ്രാമിന്റെ ഒരു സബ്മേർഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മേർജിങ് ആയിരുന്നു. സോ 1980s കാലത്തിലാണ് ഗവൺമെന്റ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, നമ്മുടെ ഗ്രാമീണ മേഖലയിലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് NREP. അതുപോലെ RLEGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരുന്നു. ആൻഡ് ഈ രണ്ട് പ്രോഗ്രാം മെർജ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് ജവഹർ റോസ്ഗർ യോജന. ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരേപോലെ ഫണ്ട് ചെയ്യുന്നതാണ്. 80%
സെൻട്രലും 20% സ്റ്റേറ്റുമാണ് ഫണ്ട് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി ഇറ്റ് വാസ് ദ ലാർജസ്റ്റ് നാഷണൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അറ്റ് ദാറ്റ് ടൈം. ആ ഒരു ടൈമില് ഏറ്റവും വലിയ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആയിരുന്നു ഈ പറഞ്ഞ ജവഹർ റോസ്ഗർ യോജന എന്ന് പറഞ്ഞു. ആൻഡ് ഇതിന്റെ ഒബ്ജക്റ്റീവ് നോക്കുമ്പോൾ ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് 90 to 100 days of employment per person, particularly in backward areas. Backward districts ഉള്ള ആളുകൾക്ക് 90 to 100 days of ജോലി എംപ്ലോയ്മെന്റ് ഈ പറഞ്ഞ സ്കീം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബിലോ പോവർട്ടി ലൈന് താഴെയുള്ള ആളുകളെയാണ് പ്രധാനമായും ജവഹർ റോസ്ഗർ യോജന ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെയാണ് പ്രധാനമായ ബെനിഫിഷ്യറി ആയിട്ട് ഈ സ്കീം കാണുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഒരു മേജർ സ്കീമായിരുന്നു എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം. 93-ലാണ് ഈ സ്കീം കൊണ്ടുവരുന്നത്. സോ ഈ സ്കീം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മിഷൻ ഉണ്ടായിരുന്നു, റീവാംഡ് PDS, ഓർമ്മയുണ്ടോ? 1992 ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത റീവാംഡ് PDS. വെൻ വി ഡിസ്കസ്ഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. 92 ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു സ്കീമായിരുന്നു റീവാംഡ് PDS. ആൻഡ് റീവാംഡ് PDS ഗവൺമെന്റ് പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് PDS എന്ത് ചെയ്യണം? PDS മെക്കാനിസം ഓൾ ത്രൂഔട്ട് കൺട്രി സ്പ്രെഡ് ചെയ്യണം. പ്രത്യേകിച്ച് മുന്നേ PDS മെക്കാനിസം എത്താത്ത അല്ലെങ്കിൽ PDS സർവീസ് എത്താത്ത ഏരിയാസ് ലൈക്ക് ബാക്ക്വേർഡ് റീജിയൻസ്, ഡെസേർട്ട് ഏരിയ, ട്രൈബൽ ഏരിയ, ഹിൽ ഏരിയ, അവിടേക്ക് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ PDS സിസ്റ്റം എത്തുകയാണ് റീവൗണ്ട് PDS എയിം ചെയ്യുന്നത്. അതേപോലെ എംപ്ലോയ്മെന്റില് ഗവൺമെന്റ് കൊണ്ടുവന്ന മിഷൻ ആയിരുന്നു എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം. ആൻഡ് ദിസ് പ്രോഗ്രാം മെയിൻലി ടാർഗറ്റഡ് ദ ബാക്ക്വേർഡ് ബ്ലോക്സ് ഇൻ ഡ്രോട്ട് പ്രോൺ ഏരിയ, ഡെസേർട്ട് ഏരിയ, ട്രൈബൽ ഏരിയ, ഹിൽ ഏരിയ. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ജവഹർ റോസ്ഗർ യോജനയൊക്കെ ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നെങ്കിലും ഹില്ലി ഏരിയ, ഡെസേർട്ട് ഏരിയക്കൊക്കെ എന്താ ഫോക്കസ് കുറവാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് മികച്ച ആളുകൾ കിട്ടുന്നില്ല. സോ അത് മറികടക്കുക, സ്പെഷ്യലി എന്ത് ചെയ്യുക? ഈ ഒരു ഏരിയ ടാർഗറ്റ് ചെയ്യുക. അങ്ങനെയായിരുന്നു ഈ ഒരു സ്കീം കൊണ്ടുവരുന്നത്, എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം. ആൻഡ് ഈ ഒരു സ്കീമിനകത്ത് യു ക്യാൻ സി ദർ ഇസ് എ ഫോക്കസ് ഫോർ ക്രിയേറ്റിംഗ് അഡീഷണൽ വേജ് എംപ്ലോയ്മെന്റ്. സോ വേജ് നൽകൊണ്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് എസ്പെഷ്യലി ടു റൂറൽ പുവർ ബിലോ ദ പോവർട്ടി ലൈൻ. ബിലോ പോവർട്ടി ലൈൻ ഉള്ള ആളുകൾക്ക്, BPL-കാർക്ക് സ്പെഷ്യൽ ഫോക്കസ് ഈ ഒരു മിഷൻ എയിം ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻ ദിസ് സ്കീം ദർ ഈസ് ആൾസോ focus on creating durable community, social and economic asset. So ഇത് മാത്രമല്ല, ജോലി പ്രൊവൈഡ് ചെയ്യണം, അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ അസറ്റ്സ് ബിൽഡിംഗ്, നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള അസറ്റ് ബിൽഡിംഗ്, മെയിൻലി ഫോർ ഫ്യൂച്ചർ എംപ്ലോയ്മെന്റ്, ഭാവിയിലുള്ള എംപ്ലോയ്മെന്റിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് ഒരു അസറ്റ് ബിൽഡിങ്ങും ഈ ഒരു സ്കീം ടാർഗറ്റ് ചെയ്യുന്നത് കാണാം. ദെൻ ജില്ലാ പഞ്ചായത്ത് അവരായിരുന്നു ഈ ഒരു സ്കീം നടപ്പിലാക്കേണ്ടത്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അവരായിരുന്നു. ദാറ്റ് ഈസ് EAS, എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം. ദെൻ നെക്സ്റ്റ് ഈസ് ജവഹർ ഗ്രാം സമൃദ്ധി യോജന. സോ ജവഹർ ഗ്രാം സമൃദ്ധി യോജന വാസ് ആക്ച്വലി എ റീസ്ട്രക്ചറിങ് ഓഫ് ജവഹർ റോസ്ഗർ യോജനയാണ്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ജവഹർ റോസ്ഗർ യോജനയെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തതാണ് ജവഹർ ഗ്രാം സമൃദ്ധി യോജന. ആൻഡ് ഇത് റീവാം ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ജവഹർ റോസ്ഗർ യോജനയെ ഒന്ന് റീവാം ചെയ്യാൻ കാരണം, ദ ഗവൺമെന്റ് ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ജവഹർ റോസ്ഗർ യോജന ഇറ്റ് ഫൈൻഡ്സ് ദാറ്റ് നമ്മുടെ വില്ലേജ് ഏരിയയില് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിൽ നമ്മുടെ ജവഹർ റോസ്ഗർ യോജന വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല എന്ന് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലുള്ള അസറ്റ് ബിൽഡിങ്, ഗ്രാമീണ മേഖലയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്, അവിടെയുള്ള ആളുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക എന്നൊരാശയം വരുന്നുണ്ട്. അല്ലെങ്കിൽ ലോക്കൽ നീഡ്സ് അനുസരിച്ച് ഓരോ പഞ്ചായത്തിലെയും ലോക്കൽ നീഡ്സ് അനുസരിച്ച് എന്ത് ചെയ്യുക, അവിടെ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കണം എന്നൊരാശയം ഉരുത്തിരിയുന്നുണ്ട്. സോ നേരത്തെ അങ്ങനെ ഒരു ഐഡിയ വരുന്നില്ല. നിങ്ങൾക്ക് ടൈം പീരീഡ് നോക്കുവാണെങ്കിൽ ദിസ് ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ 73rd 74th അമെന്റ്മെന്റ് കഴിഞ്ഞ് ജനകീയ ആസൂത്രണത്തിന് വലിയൊരു ഊന്നൽ നൽകുന്ന സമയമാണ് ഈ പറഞ്ഞ ജവഹർ ഗ്രാം സമൃദ്ധി യോജന വരുന്ന സമയം. സോ ഈ ഒരു റീവാമ്പ് അല്ലെങ്കിൽ ഈ ഒരു റീസ്ട്രക്ചറിങ് ഉണ്ടാവുന്നത്
1999-ലാണ്. സോ 1999 ടൈം പീരീഡിലാണ് ദ റീവാമ്പിംഗ് ഓഫ് ജവഹർ റോസ്കർ യോജന ഇൻ ടു ജവഹർ ഗ്രാം സമൃദ്ധി യോജന നടക്കുന്നത്. സോ എന്താ ഉദ്ദേശം? നമ്മുടെ ഗവൺമെന്റ് 1989 ഉണ്ടായിരുന്ന ജവഹർ റോസ്കർ യോജനയെ അസസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഫൈൻ ദാറ്റ് നമ്മുടെ ജവഹർ യോജന ഫെയിൽ ടു അഡ്രസ് ദ ലോക്കൽ നീഡ്സ് ഓഫ് ദ വില്ലേജ് ഏരിയ. വില്ലേജ് ഏരിയയുടെ ലോക്കൽ നീഡ്സ് അനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് പൂർണ്ണമായിട്ടും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതെന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. ദാറ്റ് വാസ് ദ എയിം ഓഫ് ദിസ് ജവഹർ ഗ്രാം സമൃദ്ധി യോജന. അതുകൊണ്ട് തന്നെ ലോക്കൽ നീഡ്സ് അനുസരിച്ച് പഞ്ചായത്തുകൾ മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുക? ബിൽഡ് ചെയ്യുക. ആൻഡ് യു ക്യാൻ സി ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സ്കീം ഈസ് ക്രിയേഷൻ ഓഫ് ഡിമാൻഡ് ഡ്രിവൺ വില്ലേജ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഡിമാൻഡ് ഡ്രിവൺ. സോ ഓരോ വില്ലേജിലും എന്താണോ ആവശ്യമുള്ളത്, എന്താണോ അവിടുത്തെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതനുസരിച്ച് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക. ആൻഡ് ദാറ്റ് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഈസ് ടു ജനറേഷൻ ഓഫ് സപ്ലിമെന്ററി എംപ്ലോയ്മെന്റ് ആണ്. നമ്മുടെ ജവഹർ റോസ്കറിനെ പറഞ്ഞ പോലെ ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു സ്കീം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ സപ്ലിമെന്ററി എംപ്ലോയ്മെന്റ് ഫോർ അൺഎംപ്ലോയ്ഡ് പുവർ ഇൻ റൂറൽ ഏരിയ. അതുപോലെ സിമിലർ ടു ജവഹർ റോസ്കർ യോജന, ദിസ് സ്കീം ആൾസോ ഫോക്കസ്ഡ് ഓൺ പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ. ബിലോ പോവർട്ടി ലൈനുള്ള ഫാമിലീസിനെ ഈ ഒരു സ്കീമും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് യു ക്യാൻ സി സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജന. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജന. സോ ഈ ഒരു സ്കീം 2001 ലോഞ്ച് ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് സ്കീം വാസ് ലോഞ്ച്ഡ് ബൈ മെർജിങ് ദ ടു erstwhile സ്കീംസ്. നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് സ്കീംസിനെ മെർജ് ചെയ്തിട്ടാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജന ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് സ്കീം നോക്കുവാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന EAS, എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം, അതുപോലെ ജവഹർ ഗ്രാം സമൃദ്ധി യോജന, ഇത് രണ്ടിനെ മെർജ് ചെയ്തിട്ടാണ് 2001 സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജന ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ദ മെയിൻ എയിം ഓഫ് ദിസ് സ്കീം ഈസ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ്, അതേപോലെ എംപ്ലോയ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. എംപ്ലോയ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി, ഇതായിരുന്നു ഈ ഒരു സ്കീമിന്റെ ഉദ്ദേശം. സോ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജനയുടെ മെയിൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ ഫുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. സോ ഈ ഒരു സ്കീമിനകത്ത് യു ക്യാൻ സീ ദാറ്റ് ആളുകളുടെ വേജ് അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ അവർക്കുള്ള കൂലി നോക്കുമ്പോൾ കുറച്ച് പോർഷൻ എന്താണ്? ഫുഡിൽ എന്ത് ചെയ്യും? കൊടുക്കും. സോ കുറച്ച് പോർഷൻ ഫുഡ് ഗ്രെയിൻസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. സോ യു ക്യാൻ സി അണ്ടർ ദിസ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജന, the wages are provided partly as food grains and partly in cash. Cash ആയിട്ട് കുറച്ച് പൈസ, ഫുഡ് ഗ്രെയിൻസ് ആയിട്ട് കുറച്ച് പൈസ. സോ ഫുഡ് ഗ്രെയിൻസ് കുറച്ച് കൊടുക്കും, ക്യാഷ് കുറച്ച് കൊടുക്കും. ഇങ്ങനെ ആയിരിക്കും പേയ്മെന്റ് നടത്തുന്നത്. ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? ആളുകളുടെ ഹെൽത്ത് അല്ലെങ്കിൽ ആളുകളുടെ ന്യൂട്രീഷ്യസ് ലെവൽ ഓർ ആളുകളുടെ ഫുഡ് ഇൻടേക്ക് വർദ്ധിപ്പിക്കണം ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ സ്കീമിൽ പറയുന്നുണ്ട് മിനിമം 25%, മൊത്തം വേജിന്റെ മിനിമം 25% ക്യാഷ് ആയിട്ട് കൊടുത്തിരിക്കണം. എന്നാൽ ഈ പറഞ്ഞ ഫുഡും ഒരു കണ്ടന്റ് ആയിരിക്കണം. വേജില് ഫുഡ് ഗ്രെയിൻസ് ഒരു പോർഷൻ ആയിരിക്കണം. സോ പകുതി ഫുഡില് പകുതി ക്യാഷില്. ആൻഡ് ഓൾസോ യു ക്യാൻ സി ദിസ് ഫോക്കസ് ഓർ ദിസ് സ്കീം targets the groups like agricultural wage earners, non-agricultural unskilled wage earners, marginal farmers, women, then members of SC/ST community, parents of the child laborer, handicapped children, adult children of handicapped parents. So ഇവരൊക്കെ എന്താ സ്പെഷ്യൽ പ്രിഫറൻസ് ഈ സ്കീം നൽകിയിരുന്നു. And also there was special focus for safeguarding weaker sections and women. വുമന് വേണ്ടിയിട്ടും അതുപോലെ വീക്കർ സെക്ഷനും ഒക്കെ സ്പെഷ്യൽ ഊന്നൽ ഈ സ്കീം നൽകുന്നുണ്ട്. And also you can see in this scheme both skilled and unskilled labor. So സ്കിൽഡും അൺസ്കിൽഡ് ലേബറും അവർക്കൊരു മിനിമം വേജ് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നുണ്ടാവും. സോ രണ്ട് തരത്തിലുള്ള ജോലി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സ്കിൽഡും ആയിരിക്കാം, ചിലപ്പോൾ അൺസ്കിൽഡ് ആയിരിക്കാം. സോ ബോത്ത് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ്
വർക്ക് മേ ബി പ്രൊവൈഡഡ്. ആൻഡ് അതിന്റെ വേജ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. ആൻഡ് ഈക്വൽ വേജ് ആയിരിക്കും വുമണും മെന്നും കിട്ടുന്നത്. സോ ദ ടു ഫോൾഡ് ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ, ഒന്ന് ടു പ്രൊവൈഡ് അഡീഷണൽ വേജ് എംപ്ലോയ്മെന്റ്, സപ്ലിമെന്ററി വേജ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക. ദെൻ ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ക്രിയേറ്റ് എ ഡ്യൂറബിൾ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എക്കണോമിക് അസറ്റ്. സോ എന്താ നേരത്തെ ഉള്ള സ്കീമിൽ കാണുന്ന പോലെ അസറ്റ് ബിൽഡിങ്ങും, ചുമ്മാതെ പണിയിക്കുകയല്ല, ചുമ്മാതെ ഇവരെ എംപ്ലോയ് ചെയ്യിപ്പിക്കുകയല്ല, ആ എംപ്ലോയ്മെന്റ് മൂലം ഗ്രാമീണ മേഖലയിൽ എന്തെങ്കിലും ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു അസറ്റ് ബിൽഡിങ്ങും ഉണ്ടാവണമെന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കീം which is to be discussed in this module. അതാണ് മഹാത്മാ ഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, MG നരേഗ. 2005 ഈ ആക്ട് പാസ്സാക്കുന്നത്. 2006 മുതൽ നമ്മൾ ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. ഇനിഷ്യലി ഇതിന്റെ പേര് മഹാത്മാഗാന്ധി എന്നില്ല, NREG എന്നേ ഉള്ളൂ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നേ ഉള്ളായിരുന്നു. പിന്നീടാണ് മഹാത്മാഗാന്ധി എന്ന നാമം കൂടെ ഉൾപ്പെടുത്തുന്നത്. ആൻഡ് ഈ സ്കീമിൽ പ്രത്യേകത, ദിസ് സ്കീം എയിംസ് ടു പ്രൊവൈഡ് 100 days ഓഫ് ജോബ്, 100 ദിവസത്തെ ജോബ് ഒരു വർഷം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ സ്കീം പറയുന്നത്. സോ മിനിമം 100 ദിവസത്തെ തൊഴിൽ എന്ത് ചെയ്യുക, ഒരു വർഷം ഈ പറഞ്ഞ സ്കീം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഈ പറഞ്ഞ സ്കീം വഴി കൊടുക്കുന്ന ജോലികൾ നോക്കുമ്പോൾ സ്കിൽഡ് അല്ല, മറിച്ച് അൺസ്കിൽഡ് ജോബ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തത്. സോ 100 days ഓഫ് അൺസ്കിൽഡ് ജോബ്സ് will be provided per person per year to all families, അല്ലെങ്കിൽ whose members are willing to work. നമ്മുടെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഫാമിലി മെമ്പേഴ്സിന് ഇത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത പ്രകാരം they need to perform unskilled job ആണ്, സ്കിൽ വേണ്ടാത്ത ജോലികളാണ്, അൺസ്കിൽഡ് ജോലികളായിരിക്കും ചെയ്യിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സെഡ് ദാറ്റ് 100 ദിവസത്തെ ജോലി അഷുറൻസ് കൊടുക്കുകയാണ്. ആൻഡ് ഇൻ കേസ് ഒരു വ്യക്തി രജിസ്റ്റർ ചെയ്തിട്ട് 15 ഡേയ്സിനകം അദ്ദേഹത്തിന് ജോലി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹീസ് എലിജിബിൾ ഫോർ അൺഎംപ്ലോയ്മെന്റ് അലവൻസ്. മുന്നേ ഉണ്ടായിരുന്ന സ്കീമിനെ നിന്ന് വിഭിന്നമായിട്ട്, മുന്നേ ഉണ്ടായിരുന്ന പല സ്കീമിൽ നിന്ന് വിഭിന്നമായിട്ട് നോക്കുമ്പോൾ ഈ സ്കീമിൽ പ്രൊവിഷൻ ഉണ്ട്. എന്താ പ്രൊവിഷൻ? ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ സ്കീമിൽ ഒരു വ്യക്തി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 15 ഡേയ്സിനകം അയാൾക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ്, അയാൾക്ക് അൺഎംപ്ലോയ്മെന്റ് അലവൻസിന് അർഹനാണ്. അയാൾ കൊടുക്കുന്നില്ല, അത് വേറെ കാര്യം. സ്കീം പറയുന്നുണ്ട്, ആക്ട് പറയുന്നുണ്ട്, എന്നാൽ അങ്ങനെ നടക്കുന്നില്ല റിയാലിറ്റിയിൽ. ഇൻ റിയാലിറ്റി ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് റൈറ്റ് നൗ. പക്ഷെ there is an act. ആക്ടിലെ പോർഷൻ അതാണ്, അറിഞ്ഞിരിക്കുക. ആൻഡ് ആൾസോ യു ക്യാൻ സീ ദ വർക്ക്. ഒരു MG നരേഗയുടെ വർക്കാണ്, അജ്മീറിലെ ഒരു വർക്ക് സൈറ്റിന്റെ പിക്ചറാണിത്. ആൻഡ് now we can discuss in detail what is MG നരേഗ, MG നരേഗയുടെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ്, അതിന്റെ ഇമ്പാക്ട്, അതിന്റെ ചലഞ്ചസ്, റീസെന്റ് വന്ന അപ്ഡേറ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ആസ് ഐ സെഡ് ഏർലിയർ, 2025 ഓഗസ്റ്റ് 25 ഈ ആക്ട് ഗവൺമെന്റ് പാസ്സാക്കുന്നത്. മെയിൻലി ടു ഓഗ്മെന്റ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. ഇന്ത്യയില് തൊഴിലവസരം സൃഷ്ടിക്കുക, അതേപോലെ സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഈ സ്കീമിന്റെ ലക്ഷ്യം. 2006 മുതൽ ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് 100 ദിവസത്തെ ജോലിയാണ് ഈ ഒരു സ്കീം പ്രോമിസ് ചെയ്യുന്നത്. ആൻഡ് അൺസ്കിൽഡ് ജോലി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ദർ വിൽ ബി എ മിനിമം വേജ്. ഇവർക്ക് മിനിമം വേജും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫിക്സ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഈസ് ഫിക്സിംഗ് ദ മിനിമം വേജ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്. ഓരോ സംസ്ഥാനത്തെയും മിനിമം വേജ് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് മിനിമം വേജ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദ അഗ്രികൾച്ചറൽ വേജ് ആയിരിക്കും. അവിടെയുള്ള അഗ്രികൾച്ചറൽ വേജുമായിട്ടൊരു സാമ്യം കാണും. കൃത്യമായ സാമ്യം കാണത്തില്ല, പലപ്പോഴും കുറവായിരിക്കും. പക്ഷെ എങ്കിലും ഇറ്റ് വാസ് സംവാട്ട് റിലേഷൻ കാണും, കാർഷിക വേജുമായിട്ട് ഒരു റിലേഷൻ കാണും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും പല സംസ്ഥാനത്തും MG നരേഗ വേജ് ഡിഫറെന്റ് ആണ്. സോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MG നരേഗ വേജ് നൽകുന്ന സംസ്ഥാനം അതെന്നറിയാമോ? ഹരിയാനയാണ്. ആസ് പെർ ദ സെൻട്രൽ ഗവൺമെന്റ് ഡേറ്റ അനുസരിച്ച് മിനിമം വേജ് ഏറ്റവും ഉയർന്നിരിക്കുന്നത്
ഹരിയാനയാണ്. നമ്മുടെ കേരളത്തെ കേസ് പറയുമ്പോൾ കേന്ദ്രം പറയുന്ന മിനിമം വേജ് കൂടാതെ സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് ഇവിടുത്തെ വേജ് കുറച്ച് കൂടുന്നത്. കേന്ദ്രം നൽകുന്ന ഏറ്റവും കൂടുതൽ വേജ് എവിടെയാണ്? ഹരിയാനയാണ്. ആൾസോ യു ക്യാൻ സി ഇൻ ദിസ് എം ജി നരേഗ സ്കീം സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും പൂർണ്ണമായിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സി ദിസ് ഇസ് എ സെൻട്രൽ സെക്ടർ സ്കീമാണ്. സെൻട്രലി സ്പോൺസേഡ് അല്ല, സെൻട്രൽ സെക്ടർ ആണ്. എന്നാൽ ഈ പറഞ്ഞ മിനിമം വേജ് എന്ത് ചെയ്യും? കേന്ദ്രവും തരും. കേന്ദ്രം ഫിക്സ് ചെയ്ത് മിനിമം വേജ് കേന്ദ്രവും തരും. അത് കൂടാതെ വരുന്ന വേജ് ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും അഡീഷണൽ അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണം. അല്ലാതെ ഈ സ്കീം വഴിയുള്ള വേജ് ആരായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? കേന്ദ്രമെന്റ് ആയിരിക്കും. ആൻഡ് ആൾസോ ഇൻ ദ എം ജി നരേഗ സ്കീം ദർ ഈസ് ജോബ് കാർഡ് ഉണ്ട്. സോ നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ വി ക്യാൻ അപ്ലൈ ഫോർ എ ജോബ് കാർഡ്. അത് നമുക്ക് എന്താ പിന്നീടുള്ള ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നെ എം ജി നരേഗ വഴി ജോലി ചെയ്യാനും അതിനുള്ള അവസരം സൃഷ്ടിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ എം ജി നരേഗ ജോബ് കാർഡ്. ആൻഡ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് പറഞ്ഞിരിക്കുക ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരിക്കലും വിചാരിക്കരുത് മിനിസ്ട്രി ഓഫ് ലേബർ എംപ്ലോയ്മെന്റ് അല്ല, മറിച്ച് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഈസ് മോണിറ്ററിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്കീം. ഈ സ്കീമിന്റെ നടത്തിപ്പ് എല്ലാം മോണിറ്റർ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ്, നോട്ട് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ആൻഡ് ആൾസോ വി ക്യാൻ സി ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്കീം. ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താ? 100 days of guaranteed wage employment to rural unskilled labor. ഗ്രാമീണ മേഖലയിലുള്ള അൺസ്കിൽഡ് ലേബേഴ്സിന് 100 ദിവസത്തെ തൊഴിൽ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇറ്റ് ആൾസോ എയിംസ് ടു ഇൻക്രീസ് എക്കണോമിക് സെക്യൂരിറ്റി, സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം. കാരണം ആളുകൾക്ക് ഇൻകം കിട്ടുവാണെങ്കിൽ ദേ ആർ ഗെറ്റിംഗ് ഇൻകം ദാറ്റ് വിൽ ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഓഫ് ദ പേഴ്സൺ. സോ എക്കണോമിക് സെക്യൂരിറ്റി എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. അതേപോലെ it aims to decrease the migration of laborers from rural to urban area. ഗ്രാമീണ മേഖലയിൽ നിന്ന് അർബൻ ഏരിയയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് കുറയ്ക്കാൻ ഈ സ്കീം ടാർഗറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ 2020 സമയത്ത് കോവിഡ് ടൈം. സോ കോവിഡ് ടൈം നോക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ആദ്യം ടാർഗറ്റ് ചെയ്തത് നമുക്കറിയാം, there was ലോക്ക്ഡൌൺ ഉണ്ട്, there was complete restriction on movement of people, there was complete restriction on various various industrial activity, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, സർവീസ് സെക്ടറിന്, അതുപോലെ മൂവ്മെന്റിന് എല്ലാത്തിനും എന്താണ് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ആൻഡ് there was massive hike in the കോവിഡ് കേസസ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗവൺമെന്റ് ആദ്യം ടാർഗറ്റ് ചെയ്തത്, ഗവൺമെന്റ് നമ്മുടെ എക്കണോമിയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എക്കണോമിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, ഇങ്ങോട്ട് പ്രൊട്ടക്ട് ദ എക്കണോമി, ഗവൺമെന്റ് ആദ്യമായിട്ട് 2 സേഫ്റ്റി നെറ്റ് അപ്രോച്ച്, 2 സേഫ്റ്റി നെറ്റ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ 2 സേഫ്റ്റി നെറ്റ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ എക്കണോമി, ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ പീപ്പിൾ, നമ്മുടെ എക്കണോമിയിലുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും 2 സേഫ്റ്റി നെറ്റ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലൊരു സേഫ്റ്റി നെറ്റ് ആണ് നമ്മുടെ PDS മെക്കാനിസം വഴിയുള്ള ഫുഡ് ഗ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ കണ്ടാണല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറഞ്ഞിട്ട് ഫ്രീ ഫുഡ് ഗ്രെയിൻസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ PDS മെക്കാനിസം വഴി അന്ത്യോദയ അന്ന യോജന കാർഡ് ഹോൾഡേഴ്സിനൊക്കെ ഫുഡ് ഗ്രെയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ PDS ഡിസ്ട്രിബ്യൂഷൻ അത് സഹായിക്കുന്നുണ്ട്, ഒരു സേഫ്റ്റി നെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന മറ്റൊരു സേഫ്റ്റി നെറ്റ് ആയിരുന്നു MG നരേഗ സ്കീം. MG നരേഗ സ്കീം ഓർ മൻരേഗ സ്കീം. സോ മൻരേഗ സ്കീമിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ മേഖല, സർവീസ് മേഖല, ഇവിടെ എല്ലാം വർക്ക് ചെയ്ത തൊഴിലാളികൾ, പ്രത്യേകിച്ച് മൈഗ്രന്റ് ലേബറേഴ്സ്, ദേ മൂവ് ബാക്ക് ടു ദെയർ ഹോംലാൻഡ്. അവിടെ ഹോംലാൻഡിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോകുന്ന സമയത്ത് കാശ്മീരിലേക്ക് ഒരു പ്രഷർ വരുവാണ്. കാരണം വേറെ എവിടെയും വർക്ക് ചെയ്യാനില്ല, വേറെ എവിടെയും എന്താണ് ആക്റ്റീവ് അല്ല. ഇപ്പം കാശ്മീരിൽ ഒരു പ്രഷർ വരുന്നു. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു? MG നരേഗ വഴി, മൻരേഗ വഴി കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കാനും ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മൈഗ്രന്റ് ലേബറേഴ്സിന്, ഈ പറഞ്ഞ വ്യവസായ മേഖലയിലും അതുപോലെ സർവീസ് മേഖലയിലും വർക്ക് ചെയ്ത തൊഴിലാളികൾക്ക് അവർക്ക് ജോലി സൃഷ്ടിക്കുക,
അവർക്ക് ജോലി അവസരം പ്രൊവൈഡ് ചെയ്യുക എന്നൊരു ടാർഗറ്റ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു. അങ്ങനെ MG നരേഗയ്ക്ക് വേണ്ടി മുന്നേ അവതരിപ്പിച്ചേക്കാൾ കൂടുതൽ ഫണ്ട് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യേണ്ടി വന്നു. കോവിഡ് കാലത്ത് ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഫണ്ട് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്തു. സോ ആസ് ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെന്റ് ഡേയ്സ് ഓർ മോർ വർക്കിംഗ് ഡേയ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിച്ചു. സോ MG നരേഗ വഴി ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു മിനിമം ലെവൽ ഓഫ് ഒരു സസ്റ്റൈനബിൾ ലെവൽ ഓഫ് ലിവിങ് അവർക്ക് നേടാനായിട്ട് കഴിയുന്നുണ്ട്. സോ ഈ രണ്ട് സേഫ്റ്റി നെറ്റ് ആക്ച്വലി നമ്മുടെ എക്കണോമിയെ താങ്ങി നിർത്താൻ ഗവൺമെന്റ് ഉപയോഗിച്ചിരുന്നു. ഒന്ന് PDF ഡിസ്ട്രിബ്യൂഷൻ വഴിയുള്ള മെക്കാനിസം, ദെൻ MG നരേഗ സ്കീം വഴിയുള്ള എംപ്ലോയ്മെന്റ് ക്രിയേഷൻ. And now you can see the major features of MG-Narega scheme. The first main feature is it has the provision for unemployment allowance. തൊഴിലില്ലായ്മ വേതനത്തിന് വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിനകത്ത് ഉണ്ട്. അതായത് ഒരു വ്യക്തി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 15 ഡേയ്സിനകം ജോലി കിട്ടിയില്ലെങ്കിൽ the applicant is eligible for unemployment allowance. And ഈ അലവൻസ് പറഞ്ഞാൽ ആദ്യത്തെ 30 ദിവസം 1/4 ഓഫ് ദ മിനിമം വേജ് ആയിരിക്കും. MG-നരേഗയിൽ പറഞ്ഞ മിനിമം വേജിന്റെ 1/4 ആയിരിക്കും. അത് കഴിഞ്ഞുള്ള സമയത്തിൽ ഹാഫ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ അൺഎംപ്ലോയ്മെന്റ് അലവൻസ്. ദെൻ ദ സെക്കൻഡ് ഈസ് സോഷ്യൽ ഓഡിറ്റ്. ഇമ്പോർട്ടന്റ് ആണ്. മുന്നേ ഉണ്ടായിരുന്ന സ്കീമിൽ നിന്ന് വിഭിന്നമായിട്ടൊരു സാധനമായിരുന്നു സോഷ്യൽ ഓഡിറ്റ്. MG-നരേഗയിലെ സെക്ഷൻ 17 ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 17 of MG-നരേഗ has mandated a social audit of all works executed under MG-നരേഗ. MG-നരേഗയിൽ ചെയ്യുന്ന വർക്കുകൾ അത് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാനായിട്ട് നമ്മുടെ സെക്ഷൻ 17 ഓഫ് MG-നരേഗ ആക്ട് പറയുന്നുണ്ട്. ആൻഡ് കറന്റ്ലി പറയുമ്പോൾ നമ്മുടെ MG-നരേഗ ചെയ്ത ജോലികൾ ചുമ്മാതെ എടുത്ത് മാത്രം പോരാ, അതിന്റെ ഫോട്ടോസ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ ജിയോ ടാഗിങ്, അതായത് ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും ജോലി ചെയ്തില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് കൃത്യമായ ജിയോ ടാഗിങ് എന്താ ഇപ്പോ പറയുന്നുണ്ട്. സോ നിലവിൽ ഇപ്പോ MG-നരേഗ തൊഴിലാളികളുടെ ജോലികളെ അത് കൃത്യമായി അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താനായിട്ട്, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന വർക്കുകൾ അത് എന്താണ് പ്രോമിസിങ് ആണ്, അല്ലെങ്കിൽ ചുമ്മാതെ തട്ടിക്കൂട്ട് പണിയല്ല, അത് അസിക്രിയേഷൻ ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്താനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജിയോ ടാഗിങ് ചെയ്ത ജോലികളുടെ ഫോട്ടോ വിത്ത് GPS എവിടെയാണ് ലൊക്കേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ആളുകളുടെ ഭാഗത്തുനിന്ന് ഓഡിറ്റിങ്, ആളുകൾ എന്ത് ചെയ്യണം, പൊതുവായുള്ള അഭിപ്രായം, കമ്മ്യൂണിറ്റി ലെവലുള്ള അഭിപ്രായം, അതൊക്കെയാണ് സോഷ്യൽ ഓഡിറ്റിൽ നോക്കുന്നത്. സോഷ്യൽ ഓഡിറ്റ് എന്താ? സോഷ്യൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഡിറ്റ് ചെയ്ത് കൂടാതെ അവിടെയുള്ള കമ്മ്യൂണിറ്റി, ഇപ്പൊ MG-നരേഗ ചെയ്ത വർക്കുകൾ, ആ വർക്ക് എവിടെയാണോ വന്നത്, ഏത് ഏരിയയിലാണ് വന്നത്, അവിടെയുള്ള ആളുകളുടെ എന്ത് ചെയ്യുക, അഭിപ്രായം തേടുക. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ പവർഫുൾ ടൂൾ ഫോർ എൻഷുറിങ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഒരു മെഷറാണ് സോഷ്യൽ ഓഡിറ്റിംഗ്. ദെൻ ഇൻ ദിസ് സ്കീം ദർ ഈസ് സ്പെഷ്യൽ ഫോക്കസ് ഫോർ വുമൺ. വുമണിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫോക്കസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദ ബെനിഫിഷ്യറീസ്, MG-നരേഗയിലെ 1/3 ഓഫ് ദ ബെനിഫിഷ്യറീസ് മിനിമം വുമൺ ആയിരിക്കണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്കീമിൽ പറയുന്നുണ്ട്. അതുപോലെ there is a provision for providing employment near residence. ഒരു വ്യക്തി ജോലി ചെയ്യുമ്പോൾ, ഒരു വ്യക്തി രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ അയാളുടെ റെസിഡൻസിനടുത്ത് തന്നെ ഒരു 5 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ തന്നെ ജോലി പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഈ സ്കീം പറയുന്നത്. ആൻഡ് ഇൻ കേസ് 5 കിലോമീറ്റർ റേഡിയസിനകത്ത് ജോലി ഇല്ല എങ്കിൽ, ദൂരെയാണ് ജോലി സ്ഥലമെങ്കിൽ, ട്രാവൽ അലവൻസ് എന്ത് ചെയ്യണം, ഇയാൾക്ക് പ്രൊവൈഡ് ചെയ്യണം. സോ ഇഫ് ദ ജോബ് ഈസ് പ്രൊവൈഡഡ് at a distance more than 5 kilometers, then extra travel elements need to be provided to the person. Then next you can see the implementation of the scheme. The MG-നരേഗ സ്കീമിലുള്ള ജോലികൾ, അവിടെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഡിമാൻഡ് ഡ്രിവൺ ആണ്. സോ ഡിമാൻഡ് ഡ്രിവൺ മീൻസ് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് പുതിയ ജോലി സൃഷ്ടിക്കപ്പെടുകയാണ്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ഡിമാൻഡ്, new jobs will be created. Okay, ഡിമാൻഡ് അനുസരിച്ച് പുതിയ ജോലി അവസരങ്ങൾ
പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ആൻഡ് ആൾസോ യു ക്യാൻ സി ഈ സ്കീമിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവരുടെ വേജ്, ഈ പറഞ്ഞ അൺസ്കിൽഡ് ലേബറിന്റെ എല്ലാ വേജും ഹാൻഡിൽ ചെയ്യുന്നത്. മൊത്തം വേജും മിനിമം വേജ് കേന്ദ്ര ഗവൺമെന്റ് ഫിക്സ് ചെയ്ത മിനിമം വേജ് മൊത്തം ആരാണ് കൊടുക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ആസ് എ പാർട്ട് ഓഫ് ദിസ് MGNREGA സ്കീം ദ വർക്കേഴ്സ് വിൽ പ്രൊവൈഡ് സം മെറ്റീരിയൽസ്. ഇപ്പം വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ആയിട്ട് ചില മെറ്റീരിയൽസ് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. തൂമ്പയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂന്താലിയോ അങ്ങനെയുള്ള നമ്മുടെ കൃഷി, ഈ പറഞ്ഞ നിർമ്മാണ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ജോലികൾക്ക് വേണ്ടിയിട്ട് they may require some equipments, some materials. ഈ മെറ്റീരിയൽസ് വാങ്ങാനുള്ള 70% കോസ്റ്റ്, ഒരു മെറ്റീരിയലിന്റെ 70% കോസ്റ്റ് ആര് കൊടുക്കും? കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും, പഞ്ചായത്തിന്. അതുപോലെ ബാക്കിയുള്ള 25% സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സോ 100% ഓഫ് വേജ്, then 70% ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ വർക്ക്. ഒരു ജോലിക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ കോസ്റ്റ് അതിന്റെ 70%, വേജിന് 100% ആര് ബിയർ ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് ബിയർ ചെയ്യും. അതുപോലെ 25% ഓഫ് കോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് യൂസ്ഡ് ഇൻ വർക്ക്. ഒരു ജോലി സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഐറ്റംസിന്റെ കോസ്റ്റിന്റെ 20% അത് ആര് ബിയർ ചെയ്യും? സ്റ്റേറ്റ് ഗവൺമെന്റ് ബിയർ ചെയ്യും. ആൻഡ് ആൾസോ there will be audit report by both State Employment Guarantee Council and Central Employment Guarantee Council. MGNREGA ചെയ്ത വർക്കുകളുടെ ഓഡിറ്റിങ് എന്ത് ചെയ്യാറുണ്ട്? കേന്ദ്ര ഗവൺമെന്റ് തലത്തിലും സംസ്ഥാന ഗവൺമെന്റ് തലത്തിലും എന്ത് ചെയ്യാറുണ്ട്? നടത്താറുണ്ട്. ആൻഡ് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഡിറ്റ് ദ വർക്ക് ത്രൂ ദ MGNREGA and the reports are prepared by Central Employment Guarantee Council and State Employment Guarantee Council. രണ്ടുപേരും ഈ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തയ്യാറാക്കുന്നുണ്ട്. ആൻഡ് ഈ ഓഡിറ്റ് സമയത്ത് പലപ്പോഴും നിങ്ങൾ ഇടയ്ക്ക് വാർത്ത കേട്ട് കാണും, തിരിമറി കാണാറുണ്ട്. ഈ പറഞ്ഞ ഒരിടത്ത് തന്നെ വീണ്ടും വീണ്ടും ജോലി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബെനിഫിഷ്യൽ അല്ലാത്ത ആളുകൾക്ക് വേജ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. സോ പലപ്പോഴൊക്കെ തിരിമറി കാണാറുണ്ട്. ആ തിരിമറിയൊക്കെ പലപ്പോഴും പിടിക്കാറുണ്ട് by this auditing. And also the role of Gramasabha and Gram Panchayat important ആണ്. So MGNREGA is actually a scheme to എന്താണ് നമ്മുടെ ഗ്രാമസഭകളെ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു മിഷനായത്, ഒരു സ്കീമാണ്. കാരണം there is a significant role for both Gram Sabha and Gram Panchayat in the case of MGNREGA. So നമ്മുടെ ഗ്രാമസഭകൾ വഴിയാണ് ഓരോ വർക്കുകൾ തീരുമാനിക്കുന്നത്. ഓരോ ഏരിയയിലും വർക്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ ഈ പറഞ്ഞ വർക്കുകൾ ആദ്യം ഏതൊക്കെ ചെയ്യണം. സോ പ്രയോറിറ്റി ഓഫ് ദ വർക്ക് ഐഡന്റിഫിക്കേഷൻ ഇത് നടത്തുന്നത് ഗ്രാമസഭകൾ വഴിയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രാമസഭകൾ വിൽ ആൾസോ മോണിറ്റർ ദ വർക്ക്. ഈ പറഞ്ഞ വർക്ക് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും, നടത്തുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ്സ് ആക്ട് ആസ് എ ഫോറം ഫോർ സോഷ്യൽ ഓഡിറ്റ്. ഗ്രാമസഭകൾ പലപ്പോഴും ഒരു ഫോറമായിട്ട്, ഒരു സോഷ്യൽ ഓഡിറ്റ് ഫോറമായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. സോ ഇപ്പൊ ഗ്രാമസഭ എന്ന് പറയുമ്പോൾ അവിടെ MGNREGA വർക്കേഴ്സ് മാത്രം ഉണ്ടാകണമെന്നല്ല. ഗ്രാമസഭകൾ എന്താണ്? ഒരു പഞ്ചായത്തിലുള്ള ഒരു ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാവരും ഉൾപ്പെടുന്നുണ്ടാവും. സോ ഇന്ന് ഗ്രാമസഭ there will be involvement of people, not only the MGNREGA workers. MGNREGA വർക്കേഴ്സ് മാത്രമല്ല, എല്ലാവരും കൂടെ വരുന്നതാണ്. അവരാണെന്ത് ഈ പറഞ്ഞ MGNREGA ജോലികൾ എന്ത് അസസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എന്തൊക്കെ ചെയ്യണം തീരുമാനിക്കും. പ്രത്യേകിച്ച് പലപ്പോഴും വരുന്നതാണ് ഈ അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് പല തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്. ഇപ്പൊ പഞ്ചായത്തില് പല ഏരിയയിലും ഈ കനാൽ വൃത്തിയാക്കാനായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പണിയാനായിട്ട് ഇപ്പൊ പല സംസ്ഥാനത്തും, ഇപ്പം കേരളം മാത്രമല്ല പല സംസ്ഥാനത്തും ഇപ്പൊ കിണർ പണിയാനായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കനാല് വൃത്തിയാക്കാനോ കനാല് പണിയാനോ ബ്രിഡ്ജ് പണിയാനോ, സോ അങ്ങനെയുള്ള പല ജോലികൾക്ക് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? MGNREGA വർക്കേഴ്സിന് ഉപയോഗിക്കാറുണ്ട്. ദർ ആൾസോ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് റീചാർജ് വെൽസ് ഇൻ ഫീൽഡ് അഗ്രികൾച്ചർ ലാൻഡ്. കാർഷിക സ്ഥലത്ത് റീചാർജ് ചെയ്യാനുള്ള വെൽസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ വാട്ടർ സ്റ്റോറേജ് ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ ധാരാളം ഇനിഷ്യേറ്റീവ്സ് ധാരാളം ജോലികൾ എന്ത് ചെയ്യാറുണ്ട്?
ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ ജോലി ചെയ്യണം എന്നുള്ളത് ഗ്രാമസഭകൾ എന്ത് ചെയ്യും, തീരുമാനിക്കുക ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദിസ് ഗ്രാമസഭ ആക്ട് എസ് എ പ്ലാറ്റ്ഫോം ടു റിസോൾവ് ദ വർക്കേഴ്സ് ക്വറീസ്. വർക്കേഴ്സിനുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് റേസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമും ഗ്രാമസഭകൾ ഒരുക്കുന്നുണ്ട്. സോ ഗ്രാമസഭകൾ ഇതൊക്കെ വഴി എന്താ ഒരു സ്ട്രോങ് റോൾ തന്നെ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ഗ്രാമപഞ്ചായത്ത്. സോ ഗ്രാമപഞ്ചായത്ത് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ തിങ്, ഇറ്റ് ഈസ് ദ ബോഡി വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ വെരിഫൈയിങ് ആൻഡ് ഇഷ്യൂയിങ് ദ ജോബ് കാർഡ്സ്. നമ്മൾ പറഞ്ഞ എൻജിനീയറിംഗ് ജോബ് കാർഡ്സ് അത് ഇഷ്യൂ ചെയ്യുന്ന ആരാ? ഗ്രാമപഞ്ചായത്താണ്. അതുപോലെ ഒരു അപ്ലിക്കന്റിനെ വെരിഫൈ ചെയ്യുന്ന ആരാ? ഗ്രാമപഞ്ചായത്താണ്. ആൻഡ് ആൾസോ they are authorized to get the applications from various people. ഒരു പഞ്ചായത്തിലുള്ള ആളുകളുടെ ജോബ് അപ്ലിക്കേഷൻസ് എന്താ അവരാണ് സ്വീകരിക്കേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് their responsibility to allot work within 15 days of application. ജോലി അപേക്ഷിച്ചു കഴിഞ്ഞ് 15 ഡേയ്സിനകം ജോലി പ്രൊവൈഡ് ചെയ്യേണ്ടതും ഗ്രാമപഞ്ചായത്തിന്റെ റോളാണ്. പക്ഷെ പറയട്ടെ, ഇറ്റ് ഈസ് സെഡ് ലൈക്ക് ദിസ് ഇൻ ദ ആക്ട്. 15 ഡേയ്സ് കഴിഞ്ഞാൽ അലവൻസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും എന്താ അങ്ങനെ ഉണ്ടാവാറില്ല. അലവൻസ് ഒന്നും അങ്ങനെ കൊടുക്കുന്നതായിട്ട് കാണാറില്ല. ആൻഡ് ആൾസോ യു ക്യാൻ സീ ദേ ആൾസോ പ്രിപ്പയർ ആനുവൽ റിപ്പോർട്ട് വിച്ച് കവേഴ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ദി സ്കീം. ഈ പറഞ്ഞ സ്കീമിന്റെ അച്ചീവ്മെന്റ്സ് കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടും പഞ്ചായത്ത് തയ്യാറാക്കണം. ദാറ്റ് ഈസ് അബൌട്ട് ദ എന്താണ് role of Panchayat and Gram Sabha. And next we can see the payments in MG Narega. So as per the act, it is said that നമ്മുടെ ജോലി ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ 15 ഡേയ്സ് എന്ത് ചെയ്യണം? ഒരാൾക്ക് ശമ്പളം കൊടുക്കണം. സോ ഇപ്പൊ MG നരേഗ വഴി ഒരു ജോലി ചെയ്യുകയാണ്. ആ ജോലി ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ 15 ഡേയ്സ് എന്ത് ചെയ്യണം? ശമ്പളം പേയ്മെന്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ പലപ്പോഴും എന്താ അതിന് ഡിലേ ഉണ്ടാവാറുണ്ട്. ഇൻ കേസ് ആസ് പെർ ദ ആക്ട് പറയുന്നത്, ഇൻ കേസ് ജോലി ചെയ്ത് കഴിഞ്ഞ് 15 ഡേയ്സിനകം പേയ്മെന്റ് കിട്ടിയില്ല എങ്കിൽ ദേ ആർ എലിജിബിൾ ഫോർ കോമ്പൻസേഷൻ ഫോർ ദ ഡിലേ. ഒരു വർക്കർ എന്താണ് കോമ്പൻസേഷന് അർഹതയുണ്ട്. ആൻഡ് വിത്ത് ഇൻട്രസ്റ്റ് ആണ്. അയാൾക്ക് കിട്ടാനുള്ള വേജ് വിത്ത് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ എന്താ അയാൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇതും പലപ്പോഴും പാലിക്കപ്പെടാറില്ല. Then also you can see recently the central government made it mandatory for the Aadhaar linkage of beneficiaries. MG Naraga beneficiaries ആധാർ എൻറോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആധാർ ഇനേബിൾഡ് ആയിട്ടുള്ള പേയ്മെന്റ് സിസ്റ്റം ആയിരിക്കും ഇനി മുതൽ പ്രൊവൈഡ് ചെയ്യുക എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. സോ ഈ 2023 ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ എക്സ്റ്റൻഷൻ ചെയ്തായിരുന്നു. ഇതിന്റെ ടൈം ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. സോ ഗവൺമെന്റ് പറഞ്ഞത് ആധാർ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഫേക്ക് ബെനിഫിഷ്യറീസിന് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാൻ കഴിയും. അതേപോലെ ഡിലേ ഇൻ പേയ്മെന്റും ഒഴിവാക്കാൻ കഴിയും. അതുപോലെ പലപ്പോഴും പറയട്ടെ, ഗവൺമെന്റ് പേയ്മെന്റ് നടത്തുമ്പോൾ ബെനിഫിഷ്യറി അക്കൗണ്ടിലേക്കാണ് പേയ്മെന്റ് ചെയ്യുന്നത്. ബെനിഫിഷ്യറിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ചെയ്യും. അപ്പൊ ദർ മേ ബി ഇറർ ഇൻ ദ ബാങ്ക് അക്കൗണ്ട്, അല്ലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പേയ്മെന്റ് നടക്കത്തില്ല. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം? ആധാർ എനേബിൾഡ് പേയ്മെന്റ് വഴി ഈ പറഞ്ഞ ആധാർ നമ്പറുള്ള വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് എന്താ പൈസ കയറുകയാണ്. അപ്പം വേറെ ഫേക്ക് ആയിട്ടുള്ള ആരും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് പൈസ പോകത്തില്ല. അതുപോലെ എറർ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. കാരണം ആധാർ നമ്പർ വെച്ചല്ലേ അയക്കുന്നേ. അതുകൊണ്ട് ആധാർ എനേബിൾഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ ലിങ്ക് ചെയ്യുക. സോ ആധാർ വഴി അക്കൗണ്ട് നമ്പർ കൊടുക്കണ്ട, മറിച്ച് ആധാർ വഴിയാണ് ആധാർ നമ്പർ വഴി എന്ത് ചെയ്യുന്നു? പൈസ ട്രാൻസ്ഫർ ചെയ്യുക. എന്നാൽ ഇപ്പോ ഈ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റത്തിന് മുന്നേ നോക്കുവാണെങ്കിൽ ആദ്യകാലത്ത് പഞ്ചായത്ത് വഴി ഫണ്ട് കൊടുക്കുമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് സംസ്ഥാനത്തിന് കൊടുക്കും, സംസ്ഥാനം അത് പഞ്ചായത്തിന് കൊടുക്കും, പഞ്ചായത്ത് എന്ത് ചെയ്യും? വിതരണം ചെയ്യും. ഇതായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ മൾട്ടിപ്പിൾ ആയിട്ട് ഒരു പ്രോസസ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ടു സ്റ്റേറ്റ്, സ്റ്റേറ്റ് ടു പഞ്ചായത്ത്, പഞ്ചായത്ത് ടു ബെനിഫിഷ്യറി. ദർ വാസ് എ ഡിലേ. അത് ഒഴിവാക്കാനായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? നേരിട്ടുള്ള പേയ്മെന്റ് ആക്കി. അവോയ്ഡിങ് ദിസ്
ഇന്റർമീഡിയറീസ്, സ്റ്റേറ്റ് ഗവൺമെന്റും പഞ്ചായത്തൊക്കെ ഒഴിവാക്കിയിട്ട് നേരിട്ട് എന്ത് ചെയ്യുക, കേന്ദ്ര ഗവൺമെന്റ് പൈസ അയക്കുക. ആൻഡ് അതിന് വേണ്ടിയിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, പൈസ ട്രാൻസ്ഫർ ചെയ്യുക. നമ്മുടെ എൻ പി സിയുടെ കീഴിലുള്ള നാക് ഫെസിലിറ്റി, നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് ഫെസിലിറ്റി, നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്, NACH എന്ന് പറയും. നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ്. റിക്കറിംഗ് ഫണ്ടുകൾക്ക്, നമ്മുടെ ഗവൺമെന്റ് റിക്കറിംഗ് ആയിട്ടുള്ള ഫണ്ടുകൾ വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്, NACH ഫെസിലിറ്റി. അതിന് NACH ഫെസിലിറ്റി വഴി ഗവൺമെന്റ് എന്ത് ചെയ്യുമായിരുന്നു, നേരത്തെ പൈസ കൊടുക്കുമായിരുന്നു. അപ്പൊ കൊടുക്കുമ്പോൾ വ്യക്തികളുടെ അക്കൗണ്ടാണ് കൊടുക്കുന്നത്, അക്കൗണ്ട് നമ്പറാണ് കൊടുക്കുന്നത്. ആ അക്കൗണ്ട് നമ്പറിലേക്കാണ് എന്ത് പൈസ അയക്കുന്നത്. ഇപ്പൊ ചിലപ്പോഴൊക്കെ എന്താ ഡിലേ ഉണ്ടായിരുന്നു. ഇതെന്ത് ചെയ്യുവാണ്, ഗവൺമെന്റ് ഓവർകം ചെയ്യുകയാണ് ബൈ ദ ന്യൂ മെക്കാനിസം, ബൈ ആധാർ എനേബിൾഡ് പേയ്മെന്റ് മെക്കാനിസം. ആധാർ നമ്പർ വെച്ചിട്ട്, അക്കൗണ്ട് നമ്പർ കൊടുക്കേണ്ട, ആധാർ വെച്ചിട്ട് ഈ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് ഏതാണോ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, പൈസ പോവാണ്. സോ അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോൾ പലപ്പോഴും അക്കൗണ്ടിൽ എന്തെങ്കിലും പറഞ്ഞുണ്ടാവും. ഈ വ്യക്തിയുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും ഡിലേ വരാറും, അതൊക്കെ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ആധാർ വഴിയുള്ള പേയ്മെന്റിന് ഒഴിവാക്കാൻ ഗവൺമെന്റ് പറയുന്നത്. ആൻഡ് ഇൻ ദിസ് ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം, the worker has to register the Aadhaar number, or worker has to seed their Aadhaar details with the bank account and job card. ഒരു വ്യക്തിയുടെ NG-നരേഗ ജോബ് കാർഡിലും അതേപോലെ ബാങ്ക് അക്കൗണ്ടിലും എന്ത് ചെയ്യുക, ആധാർ നമ്പർ ലിങ്ക് ചെയ്യാനാണ് നമ്മുടെ ഗവൺമെന്റ് ഡിമാൻഡ് ചെയ്യുന്നത്. ആൻഡ് റീസെന്റ് ഇതിന്റെ ഡെഡ് ലൈൻ ഫോർ ആധാർ ലിങ്കേജ് ഓർ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റത്തിനുള്ള ലിങ്കേജ് ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ഡിസംബർ വരെ. ഇപ്പം ഡിസംബർ 31 വരെയാണ് ടൈം കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ, ആധാർ എനേബിൾഡ് പേയ്മെന്റ് വഴി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ആൻഡ് ആസ് ഓഫ് നൗ ഏകദേശം 14.33 കോടി ആക്റ്റീവ് വർക്കേഴ്സ് നിലവിൽ NG-നരേഗയിലുണ്ട്. അതിൽ 13.34 വർക്കേഴ്സ് കറന്റ്ലി ഓഗസ്റ്റ് 8 പ്രകാരം ആധാർ ഡീറ്റെയിൽസ് എൻറോൾ ചെയ്തിട്ടുണ്ട്, ആധാർ ഡീറ്റെയിൽസ് സീഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് 81.89 വർക്കേഴ്സ് ആർ കറന്റ്ലി ഗെറ്റിംഗ് ദ വേജസ് ആസ് പെർ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ആണ്. ആൻഡ് നൗ വി ക്യാൻ സീ ദ ഇമ്പാക്ട് ഓഫ് മൻരേഗയാണ്. എന്തൊക്കെയാണ് MG-നരേഗ സ്കീമിന്റെ ബെനിഫിറ്റ്സ്, ഓർ വാട്ട് ആർ ദ positive changes that was made by MG-നരേഗ scheme. അതിൽ ആദ്യം പറയേണ്ടത് strengthening panchayat institutions or strengthening public participation and strengthening decentralization ആണ്. So MG-നരേഗ scheme is actually promoting നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡീസെൻട്രലൈസേഷൻ ഓഫ് ഗവേണൻസ് അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. അതേപോലെ യു ക്യാൻ സി ദർ ഈസ് ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് ഓഫ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. നമ്മുടെ ഗ്രാമസഭകൾ വഴി പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഗവേണൻസിൽ എന്താ ഉറപ്പുവരുത്തുന്നു. കാരണം ഈ ഒരു സ്കീമില് ഏതൊക്കെ പ്രൊജക്റ്റ് ചെയ്യണം, ഏതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്ന ആരാ, ഗ്രാമസഭകളാണ്. And also you can see ever since the scheme was implemented, the number of jobs has increased by 240% in the past 10 years. So കഴിഞ്ഞ 10 വർഷം കൊണ്ട് 240% മേലെ ജോബ് ക്രിയേഷൻ കൂടിയിട്ടുണ്ട് by this scheme. And also it plays an important role in economic empowerment of rural India. ഇതിന്റെ ടാർഗറ്റ് എന്തായിരുന്നു, ഫിനാൻഷ്യൽ എംപവർമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരികയാണ്. സോ സാമ്പത്തികമായ ഒരു സുസ്ഥിരത, ഒരു 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 എംപവർമെന്റ്, ഒരു എന്താണ് ശാക്തീകരണം ഈ ഒരു സ്കീം ടാർഗറ്റ് ചെയ്യുന്നു. അത് ആൾസോ വി ക്യാൻ സി ഈ ഒരു സ്കീമില് ഇറ്റ് ഹാസ് ലെസ് വേജ് വോളറ്റിലിറ്റി. കാരണം എന്താ, വേജ് മാറത്തില്ല, ഓരോ ദിവസവും ഓരോ വേജ് അല്ല. എന്ത് ചെയ്യാണ്, വൺസ് സെൻട്രൽ ഗവൺമെന്റ് ഫിക്സസ് ദ മിനിമം വേജ്, ആ മിനിമം വേജ് കിട്ടിയിരിക്കും, വേജ് എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. There will not be any change in the wage. Once the central government fixes the wage,
അത് റിവൈസ് ചെയ്യുന്ന സമയം വരെ ആ വേജ് തന്നെയായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ ജെൻഡർ ഗ്യാപ്പ് കുറയ്ക്കുന്നുണ്ട്. കാരണം എന്താ, ഈ പറഞ്ഞ മെയിലിനും ഫീമെയിലിനും ഒരേ വേജാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മളിപ്പോ സാധാരണ കേസ് നോക്കുമ്പോൾ ഫീമെയിൽ ആൻഡ് മെയിൽ ആർ പെയ്ഡ് ഡിഫറെന്റ്ലി ആണ്. രണ്ടു പേർക്കും രണ്ട് തരത്തിലാണ് എന്ത് വേജ് ലഭിക്കുന്നത്. ആൻഡ് യു ക്യാൻ സി ഓവർ ദി ഇയേഴ്സ്, കഴിഞ്ഞ 2020-21 മാത്രം 28.83 കോടി വർക്കേഴ്സ് ഈ പറഞ്ഞ MG നരേഗ സ്കീം വഴി ബെനിഫിറ്റ് ചെയ്യപ്പെട്ടു. അതിൽ 14.49 വർക്കേഴ്സ് ആക്റ്റീവ് വർക്കേഴ്സ് ആണ്, സ്ഥിരം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ദാറ്റ് വാസ് ദ ബെനിഫിറ്റ്. നോക്കൂ, ആ കോവിഡ് കാലത്തെ കാര്യം പറഞ്ഞത്. സോ കോവിഡ് കാലത്ത് 28.83 കോടി ആളുകൾ ഈ പറഞ്ഞ MG നരേഗ വഴി ജോലി കിട്ടി. സോ ഈ പറഞ്ഞ മറ്റു മേഖലയിലുള്ള ജോലി നഷ്ടപ്പെടുമ്പോൾ MG നരേഗ ഒരു സേഫ് നെറ്റ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. ആൻഡ് യു ക്യാൻ സി ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ റെഡ്യൂസിങ് റൂറൽ പോവർട്ടി. ഗ്രാമീണ മേഖലയിലെ പോവർട്ടി കുറയ്ക്കുന്നതില്, അവിടെയുള്ള ആളുകളുടെ ഇൻകം വർദ്ധിക്കുന്നതില്, അതേപോലെ വുമൺ എംപവർമെന്റില് ഒക്കെ വലിയ രീതിയിലൊരു കോൺട്രിബ്യൂഷൻ MG നരേഗ സ്കീം ഉള്ളതിനുണ്ട്. നമ്മൾ പറഞ്ഞാണല്ലോ MG നരേഗയില് 1/3 ആരാണ്, സ്ത്രീകളാണ്. മിനിമം കൊടുത്തിരിക്കണമെന്നാണ്. സോ എംപവറിംഗ് വുമൺ ഒരു മേജർ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ there is a focus on creating durable assets in the case of മൻരേഗ സ്കീം. മൻരേഗ സ്കീമിനകത്ത് അസറ്റ് ബിൽഡിങ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ പല കൺസർവേഷൻ, വാട്ടർ കൺസർവേഷൻ സ്ട്രക്ചേഴ്സ്, കനാല്, ഇതൊക്കെ എന്താണ് മൻരേഗ വഴി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലായാലും നോക്കുമ്പോൾ കഴിഞ്ഞ സമയത്ത് ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് ധാരാളം വാട്ടർ സ്ട്രക്ചേഴ്സ്, പ്രത്യേകിച്ച് കനാലൊക്കെ എന്താ വൃത്തിയാക്കിയിരുന്നു MG നരേഗ വർക്കേഴ്സിന് ഉപയോഗിച്ച്. സോ ഒരു എഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് MG നരേഗ വർക്കേഴ്സിനെ യൂസ് ചെയ്ത ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ നമ്മുടെ ഹരിത കേരള മിഷൻ വഴിയുള്ള MG നരേഗ വർക്കേഴ്സിന്റെ യൂസ്. അതുപോലെ മഴക്കുഴി നിർമ്മാണം, നമ്മുടെ കാർഷിക സ്ഥലത്ത് മഴക്കുഴി നിർമ്മാണമൊക്കെ എന്താ MG നരേഗ വർക്കേഴ്സ് വഴി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതും എന്താണ് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് നമുക്ക് കാണാം. Now you can see the challenges. MG നരേഗ നേരിടുന്ന വെല്ലുവിളി എന്തൊക്കെയാണ്? അതിന്റെ മെയിൻ വെല്ലുവിളി കേന്ദ്ര ഗവൺമെന്റ് തലത്തിലുള്ള ഫണ്ട് അലൊക്കേഷനാണ്. Over the years, you can see central government is actually reducing the budget allocation. കേന്ദ്ര ഗവൺമെന്റ് MG നരേഗ സ്കീമിനെ വരിഞ്ഞു മുറുക്കുകയാണ് പലപ്പോഴും ബൈ റെഡ്യൂസിങ് ദ അലോക്കേഷൻ. പലപ്പോഴും ഫണ്ട് അലോക്കേഷൻ എന്താണ് കുറഞ്ഞുകൊണ്ടിരിക്കുക. 2023-24 കാലത്ത് 60,000 കോടി മാത്രമാണ് എന്ത് ഈ സ്കീമിന് അനുവദിച്ചത്. ആൻഡ് ദാറ്റ് സ്കീം ഈസ് ലെസ്, ഓൾമോസ്റ്റ് 1/3 ലെസ് ദാൻ ദ പ്രീവിയസ് ഇയേഴ്സ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. 2022-23 ഏകദേശം 89,000 കോടിയായിരുന്നു അലൊക്കേഷൻ. അതിൽ 1/3 മാത്രമാണ് എന്ത് പുതിയ സാമ്പത്തിക വർഷത്തെ അലൊക്കേഷൻ. അതേപോലെ തന്നെ മറ്റൊരു വെല്ലുവിളിയാണ് റെഡ്യൂസ്ഡ് വർക്ക് ഡേയ്സ്. നമ്മുടെ സ്കീം പറഞ്ഞ എന്താണ്, പ്രോമിസ് ചെയ്യുന്നത് എന്താ, 100 ദിവസം തൊഴിലവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന പറയുന്നത്. അതെന്താണ്, അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സാധനമല്ല. പലപ്പോഴും യു ക്യാൻ സി ഓൺലി ലെസ് ദാൻ 3% ഹൗസ് ഹോൾഡ് MG നരേഗ രജിസ്റ്റർ ചെയ്ത 3% താഴെ ഹൗസ് ഹോൾഡിൽ മാത്രമാണ് എന്ത് 100 വർക്ക് ഡേയ്സ് കിട്ടിയിട്ടുള്ളത്. സോ ഓൺലി ലെസ് ദാൻ 3% ഓഫ് ഹൗസ് ഹോൾഡ് എംപ്ലോയിഡ് അണ്ടർ MG നരേഗ സ്കീം കംപ്ലീറ്റഡ് 100 വർക്ക് ഡേയ്സ് എന്ന് കാണാം. ബാക്കിയുള്ള ആളുകളുടെ, മെജോറിറ്റി ആളുകളുടെ വർക്ക് ഡേയ്സ് നോക്കുമ്പോൾ ആവറേജ് ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് 42 മാത്രമാണ്. 100 ദിവസം പ്രൊമിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ 40 ദിവസം മാത്രമാണ് ഇത് പലപ്പോഴും കിട്ടുന്നത്. ആൻഡ് യു ക്യാൻ സി ഹിയർ, യു ക്യാൻ സി ദ ആവറേജ് വർക്ക് ഡേയ്സ് ഇൻ ദ ഇയേഴ്സ്, ഓവർ ദ ഇയേഴ്സ്. സോ 2015-16 സമയത്ത് ആവറേജ് ഡേയ്സ് ഓഫ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡഡ് ബൈ ഹൗസ് ഹോൾഡ്, ഒരു ഹൗസ് ഹോൾഡിന് കൊടുക്കുന്ന ആവറേജ് വർക്ക് ഡേയ്സ് എന്ന് പറയുമ്പോൾ 48.85 ആണ്. ഇതാണ് 46 അടുത്ത വർഷം, പിന്നെ 45, പിന്നെ 50. സോ എന്താ 50 ആ റേഞ്ചിലാണ് പൊതുവെ വർക്ക് ഡേയ്സ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വേജ് ഓൾ ദി ഇയേഴ്സ് യു ക്യാൻ സി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വേജ്, മിനിമം വേജ് ഓഫ് ദീസ് MG നരേഗ വർക്കേഴ്സ് അത് കൂടിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ആൾസോ യു ക്യാൻ സി, ഇത് റീസെന്റ് ന്യൂസ് ആണ്, 2022 വന്നൊരു വാർത്തയാണ്. നമ്മുടെ ഗവൺമെന്റ്
നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകളിൽ നോക്കുവാണെങ്കിൽ മിക്ക സംസ്ഥാനത്തും നരേഗയുടെ അലൊക്കേഷൻ എക്സീഡ് ചെയ്തെന്നാണ് പറഞ്ഞത്. ഹിയർ യു ക്യാൻ സി ഈ ബ്ലാക്ക് കളർ ഉണ്ടോ, ഈ ബ്ലാക്ക് കളർ ഉണ്ടോ, ഈ ബ്ലാക്ക് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് more than 100% of funds, നരേഗ ഫണ്ട്സ് ആർ യൂസ് എന്നതാണ്. സോ 2021-22 കാലത്ത്, 2021-22 കാലത്ത് യു ക്യാൻ സീ ദാറ്റ് you can see that 21%, 21 out of 35 states and UTs, നമ്മുടെ മൊത്തമുള്ള UTs സ്റ്റേറ്റ്സില് 21 ഇടത്തും എന്താണ് 100% മേലെ ഫണ്ട്സ് യൂട്ടിലൈസ് ചെയ്തു. ദാറ്റ് വാസ് ദ കേസ്. ചില സംസ്ഥാനത്ത് മാത്രമാണ് എന്ത് 100 താഴെ ഉള്ളത്, അല്ലെങ്കിൽ 90-ക്ക് 100 ഇടയിൽ ഉള്ളത്. ആൻഡ് യു ക്യാൻ സി ഇപ്പൊ ഗോവയില് ദ ഫണ്ട് ഈസ് അബൌട്ട് 70 to 80 ആണ്, ലെസ് ദാൻ 70 ആണ് ഗോവയില്. എന്നാൽ ബാക്കി എല്ലായിടത്തും എന്താ, ബാക്കിയുള്ള മെജോറിറ്റി സംസ്ഥാനത്തിലും യു ക്യാൻ സി അലോക്കേറ്റ് ചെയ്ത തുകയേക്കാൾ കൂടുതൽ എന്ത് ചെയ്തു, ചിലവാക്കി കഴിഞ്ഞു. അപ്പൊ 100 കോടി അലോക്കേറ്റ് ചെയ്തെങ്കിൽ 127 crore എന്ത് ചെയ്തു, ഇതാക്കി കഴിഞ്ഞു. അതാണ് ഒരു ചലഞ്ച്. ദെൻ നെക്സ്റ്റ് ഒരു ചലഞ്ച് ആണ് ഡിലേ ഇൻ വേജ് പേയ്മെന്റ്സ്. ഈവൻ ദോ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് 15 ഡേയ്സിനകം വേജ് കിട്ടണമെന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ വേജ് ലഭിക്കുന്നതിൽ കാലതാമസം എടുക്കുന്നുണ്ട്. ആൻഡ് ആൾസോ യു ക്യാൻ സി there is the issue of corruption, lack of mismanagement of funds, then lack of proper auditing. ഇതൊക്കെ എന്താണ് പലപ്പോഴും ഈ ഒരു മേഖലയുടെ വെല്ലുവിളിയാണ്. കറപ്ഷൻ ആൻഡ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി, ലാക്ക് ഓഫ് ഓഡിറ്റിംഗ്, അതുപോലെ ഫേക്ക് ജോബ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ് ഉണ്ടാകുന്നത്. പലപ്പോഴും പഞ്ചായത്ത് ലെവലിലൊക്കെയാണ് ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഫേക്ക് മസ്റ്റർ റോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം എന്താണ് ഈ പറഞ്ഞ ഫണ്ടിന്റെ ചലഞ്ചാണ്. ആൻഡ് മറ്റൊരു ചലഞ്ചാണ് നരേഗയുടെ വേജ് നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനത്തും കാർഷിക മേഖല വേജിനേക്കാൾ താഴെയാണ്. ഈവൻ ദോ നമ്മുടെ കാർഷിക മേഖല വേജുമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിലും, അല്ലെ അതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിലും, മെജോറിറ്റി സംസ്ഥാനത്തും we can see the wages of Narega is less than the minimum agricultural wage in states ആണ്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാർ ആരാണ്, ഈ പറഞ്ഞ വുമൺ, ദളിത്, ആദിവാസി അവരൊക്കെ ആയിരിക്കും. കുഴപ്പമെന്ന് വെച്ചാൽ സിൻസ് ദ വേജസ് ആർ ലെസ് ലുക്രേറ്റീവ്, ലുക്രേറ്റീവ് മീൻസ് എന്താ, ലാഭകരമല്ലാത്തതുകൊണ്ട്, ഈ വേജസ് ലാഭകരമല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ആൾക്കാര് നരേഗയിലെ ജോലിക്ക് പോരാ മൾട്ടി ജോലി ചെയ്യാൻ പോകും. കാരണം ഇവിടെ പോയി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നു, കിട്ടുന്നത് എന്താ 350 രൂപയായിരിക്കും. എന്നാൽ നേരെ മറിച്ച് വേറൊരു മേഖലയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ദേ മേ ഗെറ്റ് 500 രൂപ. സോ ഈവൻ ദോ 350 രൂപ ഇവിടെ കിട്ടുന്നുണ്ടെങ്കിലും, ഈവൻ ദോ ദർ ഈസ് അഷുറൻസ് ഉണ്ടെങ്കിലും വേജ് എന്താണ്, വേജ് കുറവാണ്. പ്രോമിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ജോലി തരാമെന്ന് പറയുന്നു, പക്ഷെ എന്താ ആ ജോലി കിട്ടുന്ന കൂലി എന്താ, അത് കുറവാണ്. അത് പലപ്പോഴും മറ്റു മേഖലയില് ഹസാഡസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാനായിട്ട് പലരും കാരണമാണ്. അതുപോലെ there is less awareness among the people regarding the rights. ഈ പറഞ്ഞ അൺഎംപ്ലോയ്ഡ് എലമെന്റ്സ്, അതുപോലെ 15 ഡേയ്സ് എന്ന ക്രൈറ്റീരിയ, ഈ ആക്ടിൽ പറയുന്ന പല കാര്യത്തെ പറ്റിയും അവയർനെസ് കുറവാണ്, പ്രത്യേകിച്ച് വർക്കേഴ്സിനിടയിൽ. കാരണം വർക്കേഴ്സ് പലരും എന്താ അൺസ്കിൽഡ് വർക്കേഴ്സ് ആണ്, അവർ വലിയ നോളജ് ഒന്നും ഉണ്ടാവണമെന്നില്ല. സോ ഈ പറഞ്ഞ സിൻസ് വർക്കേഴ്സ് ആർ അൺഅവെയർ ഓഫ് ദെയർ റൈറ്റ്സ് ആൻഡ് പ്രൊവിഷൻസ് ഓഫ് ദ പ്രോഗ്രാം, അത് പലപ്പോഴും ലോ പാർട്ടിസിപ്പേഷൻ കാണുന്നുണ്ട്. അതുപോലെ Narega scheme will be implemented as per the government. They are saying that Narega scheme will be implemented in all rural area, in all areas where there is no 100% urban population. 100% urban population ഇല്ലാത്ത, 100% 100% അർബൻ പോപ്പുലേഷൻ ഇല്ലാത്ത എല്ലാ ജില്ലയിലും ഈ പറഞ്ഞ നരേഗ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സോ 100% അർബൻ പോപ്പുലേഷൻ ഇല്ലാത്ത എല്ലാ ഇടങ്ങളിലും നരേഗ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നു.
ആർ ആൾസോ റിഗാർഡിംഗ് ദ ക്വാളിറ്റി ഓഫ് വർക്ക്. സോ പലപ്പോഴും MG നരേഗയിലെ ജോലികളെ പറ്റി അത് പ്രൊഡക്റ്റീവ് ആണോ അൺപ്രൊഡക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വർക്കുകൾ പലപ്പോഴും തുല്യത്തിൽ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് പല വിമർശനം ഉണ്ടാവുന്നുണ്ട്. അതൊരു ചലഞ്ചാണ് റിഗാർഡിംഗ് ദ ക്വാളിറ്റി ഓഫ് വർക്ക്. കാരണം നല്ല എക്സാംസ് വരുന്നുണ്ട്. ലൈക്ക് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഈ പറഞ്ഞ MG നരേഗ വർക്കേഴ്സിനെ എങ്ങനെ മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നതില് കേരള എക്സാമ്പിൾ ആണ്. എന്നാൽ എല്ലായിടത്തും ഉണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല. പലയിടത്തും മാറ്റം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ പലയിടത്തും എന്താ പഴയ പോലെ തന്നെ തുല്യത്തിലുമാണ്. അതൊരു ചലഞ്ചാണ്. അതുപോലെ തന്നെ ദർ ഈസ് ഇഷ്യൂ ഓഫ് ലിമിറ്റഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. കാരണം ഈ പറഞ്ഞ പേയ്മെന്റ് എല്ലാം കിട്ടുന്നത് എങ്ങനെയാണ്? അക്കൗണ്ട് വഴിയാണ്. ഇപ്പോഴായാലും ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ആണ് ഗവൺമെന്റ് പറയുന്നത്. അത് എന്ത് വേണം? അക്കൗണ്ട് വേണം. ദർ ഷുഡ് ബി ബാങ്ക് അക്കൗണ്ട് ഫോർ ദ പേഴ്സൺ. ആൻഡ് പല സംസ്ഥാനങ്ങളും എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ബീഹാർ, അവിടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സാമ്പത്തിക ഉൾപ്പെടുത്തൽ നോക്കുമ്പോൾ പല ആളുകൾക്കും എന്തില്ല? ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ട് ഇല്ല. അതൊരു ചലഞ്ചാണ് നമുക്ക് കാണാൻ കഴിയും. ദാറ്റ് വാസ് ദ challenges in MG Narega. Now we can see the wage revision in MG Narega. In 2003 March, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഹാസ് റിവൈസ്ഡ് ദ മിനിമം വേജസ് ഓഫ് MG Narega. MG Narega മിനിമം വേജ് എന്ത് ചെയ്തു? റിവൈസ് ചെയ്തു. അങ്ങനെ റിവിഷൻ പ്രകാരം ഹരിയാനയിലാണ് ഏറ്റവും വലിയ വേജ് ഉള്ളത്. 357 രൂപ പെർ ഡേ ആണ് MG നരേഗയിലെ മിനിമം വേജ് പറയുന്നത്. ആൻഡ് മധ്യപ്രദേശില്, ഛത്തീസ്ഗഡിലാണ് ലോവസ്റ്റ്, 221 rupees ആണ് അവിടെ പറയുന്നത്. ആൻഡ് ആസ് പെർ ദ പ്രൊവിഷൻ, ആസ് പെർ ദ സെക്ഷൻ 61 ഓഫ് മൻരേഗ ആക്ട്, സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ഈ ബെനിഫിഷ്യറി മിനിമം വേജ് നോട്ടിഫൈ ചെയ്യുന്നത്. മിനിമം വേജ് നോട്ടിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? വേണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് വേണമെങ്കിൽ ദേ ക്യാൻ പ്രൊവൈഡ് അഡീഷണൽ അലവൻസ്. ഇപ്പൊ സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മൻരേഗ വർക്കേഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന കൂടാതെ ഒരു അഡീഷണൽ അലവൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ബഡ്ജറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഇൻസെന്റീവ് ആണ്. ഇപ്പൊ നോക്കുക, നമ്മള് താങ്ങൂല പറയുമ്പോഴും ഇവിടെ MSPയേക്കാൾ ഉയർന്ന വിലയിലാണ് എന്ത് റൈസ് പ്രൊക്യൂർ ചെയ്യുന്നത്. 20 രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതെങ്കിൽ 28 രൂപയ്ക്കാണ് സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്തത്? അരി പ്രൊക്യൂർ ചെയ്യുന്നത്. സോ അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് കാണാം എല്ലാ തരത്തിലും. ഇപ്പൊ തന്നെ ഒരു വിവാദം ഉണ്ടാകുന്നല്ലോ, ഹൈവേ പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന്റെ ആണോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ നോക്കുമ്പോൾ കേരളത്തിൽ എന്താ, ഹൈവേയില് ലാൻഡിന് വേണ്ടിയിട്ട്, ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ട് എന്താ 20% കോസ്റ്റ് കേരളം പേര് ചെയ്തിട്ടുണ്ട്. ഏകദേശം 5000 കോടിയോളം രൂപ, ഏകദേശം 5000 കോടിയോളം രൂപ കേരള ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സോ കേരളം പലപ്പോഴും ഇതുപോലെ പല പദ്ധതിയിലും ഒരു പങ്കാളിയാണ് നമുക്ക് കാണാം. കേന്ദ്രം പൂർണ്ണമായിട്ടുള്ള സ്കീം ആയിരിക്കാം, പക്ഷെ എന്താ സംസ്ഥാന ഗവൺമെന്റ് ഒരു റോൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ വേജ് റിവിഷൻ, നമ്മുടെ MG നരേഗയിലുള്ള വേജ് റിവിഷൻ പലപ്പോഴും നടത്തുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ചേഞ്ചസ് ഇൻ CPI അഗ്രികൾച്ചർ ലേബർ ആണ്. നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞാണിത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓർമ്മയുണ്ടല്ലോ? റീറ്റെയിൽ ലെവലിലുള്ള ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്ന ഒരു സൂചികയാണ് CPI അഗ്രികൾച്ചർ ലേബർ. സോ ദർ ആർ ആക്ച്വലി 4. പറഞ്ഞല്ലോ, CPI AL ഉണ്ട്, CPI റൂറൽ ലേബർ ഉണ്ട്, അതുപോലെ CPI ഇൻഡസ്ട്രിയൽ വർക്കർ ഉണ്ട്, അതുപോലെ CPI അർബൻ റൂറൽ കമ്പൈൻഡ്. ഇതിൽ ആദ്യത്തെ 3 റിലീസ് ചെയ്യുന്നത് ലേബർ ബ്യൂറോ ആണ്. ഇത് റിലീസ് ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. സോ ഇതിൽ CPI അഗ്രികൾച്ചർ ലേബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഷിക മേഖല വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, അല്ലെങ്കിൽ കർഷക തൊഴിലാളികൾ കൺസ്യൂം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്ന വില വ്യത്യാസം, ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ ദ CPI അഗ്രികൾച്ചർ ലേബർ. എന്താണ്? കർഷക തൊഴിലാളികൾ കൺസ്യൂം ചെയ്യുന്ന, അവരുപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളില് ഉണ്ടാവുന്ന വില വ്യത്യാസം. സോ ദർ ഈസ് എ ബാസ്കറ്റ് നമ്മുടെ ലേബർ ബ്യൂറോ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഐറ്റംസ്, പാൻ മസാല, ടൊബാക്കോ, അതുപോലെ ഈ പറഞ്ഞ ഹൗസിങ്, അതുപോലെ മിസ്ലേനിയസ് ഐറ്റംസ്, അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ കാറ്റഗറി ഓഫ് ഐറ്റംസ് ഇവർ എന്തുമാത്രം കൺസ്യൂം ചെയ്യുന്നുണ്ട്,
അത് ബേസ് ചെയ്തിട്ട് എന്താ ഓരോന്നും ഓരോ വെയിറ്റേജ് ഉണ്ടാകും. ഉദാഹരണം പറയുമ്പോൾ ഞാന് സപ്പോസ് എക്സാമ്പിൾ എടുക്കാം, നമ്മുടെ കർഷക തൊഴിലാളികൾ 4 ഐറ്റംസ് കൺസ്യൂം ചെയ്തു. ഒന്ന് ഫുഡ്, ദെൻ അത് കഴിഞ്ഞ് they may consume cloth, then footwear, then entertainment or miscellaneous items. അതിനകത്ത് വരുന്നതാണ് എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്. ഞാൻ 4 ഐറ്റം കൺസ്യൂം ചെയ്തു. ഇത് നോക്കുമ്പോൾ ഒരാൾക്ക് 100 രൂപ കിട്ടുമ്പോൾ അത് മെജോറിറ്റി അയാൾ സ്പെൻഡ് ചെയ്ത് ഫുഡ് കഴിക്കാനാന്ന് വിചാരിച്ചു. അത് 100 രൂപയിലെ മെജോറിറ്റി പൈസയും അയാൾ ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം മോർ വെയിറ്റ് എന്തിനാക്കി കൊടുക്കുന്നത്? ഫുഡിനായിരിക്കും. അത് കഴിഞ്ഞ് അയാൾ സ്പെൻഡ് ചെയ്യുന്നത് ക്ലോത്തിനായിരിക്കും. അത് കഴിഞ്ഞ് ഫുഡ്വെയറിനായിരിക്കും. അത് കഴിഞ്ഞ് മിസ്സലേനിയസ് എക്സ്പെൻസ് ആയിരിക്കും. ഇങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ ദ കൺസ്യൂം പാറ്റേൺ ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ വെയിറ്റ് എന്ത് ചെയ്യും? ലേബർ ബ്യൂറോ കൊടുക്കും. എന്നിട്ട് ഈ പറഞ്ഞ ഓരോ മാസവും ഈ 4 ഉൽപ്പന്നങ്ങളുടെ കമ്പൈൻഡ് ലെവലില് മൊത്തത്തില് കൺസ്യൂം ചെയ്യാൻ എത്ര പൈസ വേണം നോക്കും. ഫസ്റ്റ് ഇപ്പം ജനുവരി എടുക്കുമ്പോൾ 300 രൂപ ഉണ്ടെങ്കിൽ ഈ ഉൽപ്പന്നം എല്ലാം എന്ത് ചെയ്യാം? കഴിക്കാന്ന് വിചാരിച്ചു. എന്നാൽ അടുത്ത മാസം ഇതേ സെയിം ഉൽപ്പന്നം കൺസ്യൂം ചെയ്യാൻ വേണ്ടി 110 രൂപ വേണമായിരിക്കും. അടുത്ത മാസം 90 മതിയായിരിക്കും. സോ ഇങ്ങനെ എന്താ ഈ ബാസ്ക്കറ്റ് ഓഫ് ഐറ്റംസ് കൺസ്യൂം ചെയ്യാൻ എത്രമാത്രം പൈസയാവും? അതാണെന്ത് ഈ CPI ലെവലിൽ മെഷർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി മെഷറിംഗ് ദ ഇൻഫ്ലേഷൻ ലെവലാണ്. ഈ കാർഷിക തൊഴിലാളികൾ കഴിക്കുന്ന ഉൽപ്പന്നങ്ങളുള്ള വില വ്യത്യാസമാണ് എന്ത് മെഷർ ചെയ്യുന്നത്. And you can see this index is used by Ministry of Rural Development to revise the wages under Manrega. And here you can see the wages are different of a different state. പല സംസ്ഥാനത്തും ഓരോ വേജ് ആണ്. നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ മിനിമം വേജ് 333 എന്നാൽ ഇതിനൊപ്പം സംസ്ഥാന ഗവൺമെന്റ് അഡീഷനും വരുന്നുണ്ട്. ഹരിയാന നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഹരിയാനയാണ് 357, ലോവസ്റ്റ് ഛത്തീസ്ഗഡ്, അതുപോലെ മധ്യപ്രദേശുമാണ്. ആൻഡ് നെക്സ്റ്റ് യു ക്യാൻ സീ an unemployment scheme by Kerala for promoting employment opportunity in urban area. അർബൻ ഏരിയയില് തൊഴിലവസരം സൃഷ്ടിക്കാനായിട്ട് കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സ്കീമായിരുന്നു അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, AUEGS. So this scheme aims to create employment in urban areas and unskilled മാനുവൽ വർക്ക് ആയിരിക്കും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. So among the following, who are eligible to benefit from Manrega? Manrega വഴി ബെനിഫിറ്റ് ചെയ്യുന്ന ആരാണ് എന്ന് പറയാമോ? Adult members of only SC/ST household, adult members of BPL household, adult members of household of any or all backward communities, adult members of any household. The answer? Answer is no. എന്താണ് മൻരേഗ സ്കീമിനകത്ത് ഞാൻ ഇവിടെ പറഞ്ഞോ BPL-കാർക്ക് മാത്രമാണ്, SC/ST-കാർക്ക് മാത്രമാണെന്ന് പറഞ്ഞോ? ഇല്ല. എന്താണ്? ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട സ്കീമൊക്കെ എന്താണ്? സ്പെഷ്യൽ ഫോക്കസ് ഉണ്ടാവും. മൻരേഗയ്ക്ക് സ്പെഷ്യൽ ഫോക്കസ് ഉണ്ട്. ഇപ്പൊ വുമണിന് പറയുന്നുണ്ട് സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കണമെന്ന്. പക്ഷെ നേരത്തുള്ള സ്കീമിൽ പലതും BPL-ന് വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം RLGP എന്താ ഗ്രാമീണ മേഖലയിൽ ലാൻഡില്ലാത്ത ആളുകൾക്ക് സ്പെസിഫിക് ആവുന്നുണ്ട്. പക്ഷെ മൻരേഗ സ്കീമിനകത്ത് എന്തേ പറയുന്നുള്ളൂ? എനി ഹൗസ് adult members of any household who is willing to work unskilled work. അൺസ്കിൽഡ് വർക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഏതൊരു അഡൽട്ട് മെമ്പറിനും എന്ത് ചെയ്യാം? മൻരേഗ സ്കീമിന് ബെനിഫിഷ്യറി ആയിട്ട് ഇരിക്കാം. ജോലി ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, ആൻസർ ഈസ് ബി ആണ്. ഓക്കെ, നൗ യു ക്യാൻ സീ ദ സ്കിൽ ഡെവലപ്മെന്റ് സ്കീംസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സ്കിൽ ഡെവലപ്മെന്റ് സ്കീംസ് ആണ് നൈപുണ്യ വികസനത്തിന്റെ ഗവൺമെന്റ് മെഷേഴ്സ് ആണ്. ഫസ്റ്റ് ഈസ് ട്രിസം സ്കീം. 1979 സമയത്ത് ലോഞ്ച് ചെയ്തതാണ്. 8 മുതലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മെയിൻലി ടു പ്രൊവൈഡ്
training to rural youth of age group 18 to 35. 18 മുതൽ 35 വയസ്സ് വരെയുള്ള റൂറൽ യൂത്തിന് ട്രെയിനിങ് കൊടുക്കുകയാണ് ഈ സ്കീം ടാർഗറ്റ് ചെയ്യുന്നത്. മെയിൻലി ഫോർ പ്രൊമോട്ടിംഗ് സെൽഫ് എംപ്ലോയ്മെന്റ്. സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യുക, റൂറൽ യൂത്തിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആൻഡ് പ്രയോറിറ്റി വാസ് ഗിവൺ ടു SC/ST, അതുപോലെ വുമൺ. SC/ST യൂത്തിനും വുമണും എന്താ സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ട്രിസം സ്കീം, ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ദെൻ 2014 സമയത്ത് ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത മറ്റൊരു മിഷൻ ആയിരുന്നു നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ. സോ ഇത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ യൂത്തിനിടയിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ സ്കിൽ സെന്റേഴ്സ്, സ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കില്ലിംഗ് സെന്റേഴ്സ് എന്ത് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ ഈ പറഞ്ഞ ട്രെയിനിങ് കൂടുതൽ എൻഹാൻസ് ചെയ്യുക. അതൊക്കെയാണ് ഈ സ്കീം ടാർഗറ്റ് ചെയ്യുന്നത്. സോ 2014 സ്കീം ലോഞ്ച് ചെയ്തത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ. ഓവറോൾ ഒരു മിഷനാണ്. എന്താ, ആളുകളുടെ സ്കില്ലിങ്, സ്കിൽ സെന്റേഴ്സ്, നൈപുണ്യ വികസനം, അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക, ട്രെയിനിങ് സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അങ്ങനെ ഓവറോൾ ഇന്ത്യയിൽ ഒരു സ്കിൽ ഇന്ത്യ ക്യാമ്പയിൻ ആയിരുന്നു ഇതിന്റെ അജണ്ട. ദെൻ മറ്റൊരു സ്കീമാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. 2015 ഈ സ്കീം ലോഞ്ച് ചെയ്യുന്നത്. മെയിൻലി ടു enable a large number of rural youth to take up industry level skill training ആണ്. സോ വ്യവസായിക മേഖലയ്ക്ക് വേണ്ട ട്രെയിനിങ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. സോ ഇൻഡസ്ട്രി റിലവന്റ് ആയിട്ടുള്ള സ്കില്ലിങ് യൂത്തിനിടയിൽ നടപ്പിലാക്കുക. അതുവഴി എന്ത് ചെയ്യുക, അവരുടെ ലൈവ്ലിഹുഡ് ഇംപ്രൂവ് ചെയ്യുക, അവരുടെ എംപ്ലോയബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, ജോലി കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക. ദാറ്റ് ഈസ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. Then now we can see the initiatives for promoting entrepreneurship. നമ്മുടെ സംരംഭകത്വം പ്രൊമോട്ട് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ്. അതിൽ ഫസ്റ്റ് ഒരു മിഷൻ ആയിരുന്നു സ്റ്റാർട്ടപ്പ് ഇന്ത്യ ക്യാമ്പയിൻ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റർണൽ ട്രേഡ് ആണ്. ആൻഡ് ഇതിന്റെ പ്രധാനമായിട്ടും ഇന്ത്യയിലുള്ള ബിസിനസ് എക്കോസിസ്റ്റം സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്ലി ആക്കുക. നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സിസ്റ്റം മെക്കാനിസം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എക്കോസിസ്റ്റം ഒരുക്കുക. അതുപോലെ ഇന്നോവേഷൻസ്, അതുപോലെ റിസർച്ച് ഡെവലപ്മെന്റ്, ഇതൊക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ എയിം ഓഫ് ദി സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ. മെയിൻലി ഇന്ത്യയിലെ പുതിയ സംരംഭങ്ങളെ അട്രാക്ട് ചെയ്യുക. ദെൻ ദർ ഈസ് സ്റ്റാൻഡപ്പ് ഇന്ത്യ മിഷൻ. അതുപോലെ പറയട്ടെ, ഇൻ ദ സ്റ്റാർട്ടപ്പ് ഇന്ത്യ the government will be giving support to the entrepreneurs. പുതിയ സംരംഭകർക്ക് വേണ്ട സപ്പോർട്ട്, അവർക്ക് വേണ്ട അഡ്വൈസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടാവും. അതുപോലെ കോളേജുകൾ വഴി ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഇവയൊക്കെ എന്താ ഈ സ്കീം വഴി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. Then next is Stand-up India scheme. The Stand-up India scheme mainly to promote entrepreneurship among women SC/ST community ആണ്. സ്ത്രീകൾക്കിടയിലും SC/ST കമ്മ്യൂണിറ്റിക്കിടയിലും സംരംഭകത്വം, ഓൺടർപ്രണർഷിപ്പ് സ്കീം അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് വർദ്ധിപ്പിക്കുകയാണ് ഈ ഒരു സ്കീമിന്റെ ഉദ്ദേശം. ആൻഡ് ഇതുവഴി അവർക്ക് പിന്നെ ലോൺ ഫെസിലിറ്റീസ് ഒക്കെ എന്താ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത്. Then there was മുദ്ര സ്കീം, പ്രധാനമന്ത്രി മുദ്ര യോജന. സോ ഈ ഒരു സ്കീം വഴി ഗവൺമെന്റ് നമ്മുടെ സ്മോൾ സ്കെയിൽ സെക്ടർ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചെറിയ സ്റ്റാർട്ടപ്പുകൾ, സ്മോൾ ഓൺടർപ്രണേഴ്സ് ബിൽഡ് ചെയ്യപ്പെടാനും അവ സ്കെയിലപ്പ് ചെയ്യാനും ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നു. 3 തരം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശിശു, കിഷോർ, തരുൺ. ഒരു കമ്പനിയുടെ ആദ്യഘട്ടത്തിൽ, ഒരു സ്റ്റാർട്ടപ്പിന്റെ ആദ്യഘട്ടത്തിൽ 50,000 പേര് എന്ത് ചെയ്യുന്നു, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. അത് വളരുന്നതനുസരിച്ച് 5 ലക്ഷം വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 10 ലക്ഷം വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ശിശു മീൻസ് ലോൺ അപ് ടു 50,000. കിഷോർ മീൻസ്
50,000 to 5 lakh. അതാണ് കിഷോർ. തരുൺ മീൻസ് 5 lakh to 10 lakh. ദാറ്റ് ഈസ് തരുൺ. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ഉദ്ദേശം. മെയിൻലി എന്താ, ചെറിയ സംരംഭകർ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതുപോലെ നമ്മുടെ യങ് ടാലൻസ്, ഇന്ത്യയിലുള്ള യുവ ടാലൻസ്, അവരെ കൊണ്ട് പുതിയ സംരംഭം എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. സോ ജോബ് സീക്കേഴ്സിന് പകരം ജോബ് ക്രിയേറ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക, മാറുക. ദെൻ മറ്റ് ഇനിഷ്യേറ്റീവ്സ് നോക്കാം ഫോർ പ്രൊമോട്ടിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. അതിലൊന്നാണ് പ്രധാനമന്ത്രി റോസ്ഗർ പ്രോത്സാഹൻ യോജന. സോ ഈ ഒരു സ്കീം മെയിൻലി ടു പ്രൊമോട്ട് ന്യൂ റിക്രൂട്ട്മെന്റ് എമംഗ് ദ കമ്പനീസ്. ഒരു കമ്പനിയിലെ പുതിയ റിക്രൂട്ട്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് ആയിരുന്നു പ്രധാനമന്ത്രി റോസ്ഗർ പ്രോത്സാഹൻ യോജന എന്ന് പറഞ്ഞു. മെയിൻലി ഫോർ പ്രൊമോട്ടിംഗ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ്. ആൻഡ് ഈ സ്കീമിനകത്ത് ഗവൺമെന്റ് 3 വർഷത്തേക്ക് നമ്മുടെ ഒരു കമ്പനിയിലെ എംപ്ലോയറിന്റെ പ്രോവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നോക്കുമ്പോൾ 15,000 താഴെയുള്ള ഇൻകം ഉള്ള വർക്കേഴ്സ് ആണെങ്കിൽ 15,000 രൂപയിൽ താഴെ ഇൻകം ഉള്ള വർക്കേഴ്സ് ആണെങ്കിൽ യു ക്യാൻ സി ഇറ്റ് ഈസ് മാൻഡേറ്ററി ദാറ്റ് EPF കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കണം. അതിൽ നമുക്ക് കാണാൻ കഴിയും നിലവിൽ 24% കോൺട്രിബ്യൂഷൻ. അതിൽ 12% എംപ്ലോയർ ഇടണം. എന്താ പറഞ്ഞ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 15,000 രൂപ അതിൽ താഴെ ഇൻകം ഉള്ള ഒരു വർക്കർ ഉണ്ടെങ്കിൽ അയാൾക്ക് മാൻഡേറ്ററി ആയിട്ട് 24% EPF കോൺട്രിബ്യൂഷൻ കമ്പനി നടത്തിയിരിക്കണം. അങ്ങനല്ല, മാൻഡേറ്ററി ആയിട്ട് EPF കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കണം. അപ്പൊ നിലവിൽ പറയുകയാണെങ്കിൽ, റിപ്പീറ്റിംഗ് വൺസ് അഗൈൻ, സോ ഒരു കമ്പനിയിൽ 15,000 രൂപ ഇൻകം ഉള്ള വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കമ്പനി ഭാഗത്ത് നിന്ന് മാൻഡേറ്ററി ആയിട്ട് EPF കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം. ആ നിലവിൽ നോക്കുവാണെങ്കിൽ എൻ്റെ കോൺട്രിബ്യൂഷനിലെ പകുതിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് കറന്റ് കോൺട്രിബ്യൂഷൻ ഈസ് 24% ആണ്. സോ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന തൊഴിലാളി 24% മൊത്തം EPF കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിൽ പകുതി ആര് കോൺട്രിബ്യൂട്ട് ചെയ്യും? കമ്പനി പ്രൊവൈഡ് ചെയ്യും, പകുതി എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് കണ്ടീഷൻ. സോ 15,000 ആണ് ഇൻകം എങ്കിൽ അതിൽ 12% contribution, EPF contribution will be done by the employer, 12% will be done by the employee. And in the case of Pradhan Mantri Rozgar Protsahan Yojana, ഒരു കമ്പനിയുടെ 12% EPF കോൺട്രിബ്യൂഷൻ 3 ഇയേഴ്സിലേക്ക് ആര് വഹിക്കും? ഗവൺമെന്റ് വഹിക്കും. സോ കമ്പനിക്ക് എന്താ ഒരു ബർഡൻ വരുന്നില്ല. സോ ഗവൺമെന്റ് എന്താ, ആ പൈസ ഗവൺമെന്റ് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ എൻകറേജ് ദ കമ്പനീസ് ടു റിക്രൂട്ട് മോർ എംപ്ലോയീസ്. ആൻഡ് ഈ ഒരു സ്കീം 2019 നടപ്പിലാക്കി. ദി സ്കീം വാസ് ഇൻ പ്രാക്ടീസ് ടിൽ 2019 വരെയായിരുന്നു ഈ സ്കീം ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് നാഷണൽ കരിയർ സർവീസ് പ്രൊജക്ട്. ഇതൊരു പോർട്ടലാണ്. നമ്മുടെ ജോബ് സീക്കേഴ്സിനും ജോബ് പ്രൊവൈഡേഴ്സിനും സ്കിൽ പ്രൊവൈഡേഴ്സിനും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഒരു പോർട്ടലാണ്. ജോബ് സീക്കേഴ്സിന് എന്ത് ചെയ്യാം? ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാം. ജോലി പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ദേ ക്യാൻ സെർച്ച് ഫോർ ദർ റിക്വയർഡ് എംപ്ലോയി. ജോലി കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ജോലിക്കാർ ആവശ്യമുള്ള ആളുകൾ ഈ പോർട്ടൽ വഴി എന്ത് ചെയ്യാം? അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ ചൂസ് ചെയ്യാം. അവർക്ക് ആവശ്യമുള്ള സ്കിൽ ലിസ്റ്റ് ആൾക്കാരെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പോർട്ടലിനകത്ത് ദ എംപ്ലോയി അല്ല, ദ ജോബ് സീക്കർ, ഒരു ഇൻഡിവിജ്വലിന് ദേ ക്യാൻ ഗെറ്റ് ഗൈഡൻസ് ഫോർ വേരിയസ് കരിയർ കൗൺസിലേഴ്സ്. ഈ കരിയർ കൗൺസിലേഴ്സ് നിന്ന് ഗൈഡൻസ് കിട്ടും. അതുപോലെ സ്കിൽ ആർക്ക് വേണമെങ്കിൽ സ്കില്ലിന് വേണ്ടിയുള്ള ഈ പറഞ്ഞ ഡിഫറെന്റ് സെന്റേഴ്സ് കാണും. സോ ദിസ് പ്രൊജക്ട് ഇറ്റ്സ് ആക്ച്വലി ഒരു പോർട്ടൽ വഴി എല്ലാവരും ലിങ്ക് ചെയ്യുക. നമ്മുടെ ജോബ് സീക്കേഴ്സ്, ജോബ് പ്രൊവൈഡേഴ്സ്, സ്കിൽ പ്രൊവൈഡേഴ്സ്, കൗൺസിലേഴ്സ്, ഇവരെല്ലാം എന്ത് ചെയ്യുക? ലിങ്ക് ചെയ്യുക, ഒറ്റ പ്ലാറ്റ്ഫോം കൊണ്ടുവരിക. അങ്ങനെ അവരെ പരസ്പരം എന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യുക. അതുവഴി
എംപ്ലോയർ അവസരം സൃഷ്ടിക്കപ്പെടുകയാണ്. ദാറ്റ് ഈസ് ദ എയിം ഓഫ് ദിസ് നാഷണൽ കരിയർ സർവീസ് പ്രൊജക്ട്. Then also you can see നമ്മുടെ ഗവൺമെന്റ് റീസെന്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പുതിയ ടെക്നോളജീസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് 6G 5G, അതേപോലെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, AI, ഡ്രോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗവൺമെന്റ് ഈസ് റീസെന്റ് ടേക്ക് ഇനിഷ്യേറ്റീവ്സ് സച്ച് ആസ് PLA സ്കീം ഒക്കെ എന്താ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെന്റീവ് സ്കീം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി ഈ സ്കീംസ് ഒക്കെ വഴി എന്താ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കാനും എംപ്ലോയ്മെന്റ് വർദ്ധിക്കാനും ഒക്കെ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച സ്പെഷ്യൽ എക്കണോമിക് സോൺ ഒക്കെ എന്താ, ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ പ്രൊമോട്ടിംഗ് എംപ്ലോയ്മെന്റ് ഇൻ ദ കൺട്രി നമുക്ക് കാണാം. ആൻഡ് നൗ യു ക്യാൻ സീ സം സ്കീംസ് റിലേറ്റഡ് ടു ദ മിനിസ്ട്രി ഓഫ് ലേബർ എംപ്ലോയ്മെന്റ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ലേബർ എംപ്ലോയ്മെന്റും അതുപോലെ എംപ്ലോയ്മെന്റ് ബന്ധപ്പെട്ടുള്ള മറ്റ് ചില സ്കീംസ് കൂടെ നോക്കാം നമുക്ക്. അപ്പൊ അതിൽ ഫസ്റ്റ് പറഞ്ഞത് PM സ്വാനിധിയാണ്. ഈ കോവിഡ് കാലത്ത് ലോഞ്ച് സ്കീമാണ്. ഈ സ്കീം വിഷയം പറയട്ടെ, ഇറ്റ് ഈസ് നോട്ട് അണ്ടർ മിനിസ്ട്രി ഓഫ് ലേബർ എംപ്ലോയ്മെന്റ്, ബട്ട് ഇറ്റ് ഈസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. അപ്പൊ ഞാനിത് ഇടാൻ കാരണം ഈ സ്കീമിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് സ്കീം എയിംസ് ടു എംപവർ ദ സ്ട്രീറ്റ് വെൻഡേഴ്സ്. നമ്മുടെ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഈ ഒരു സ്കീമിന്റെ ഉദ്ദേശം. അതാണ് PM സ്വാനിധി എന്ന് പറഞ്ഞത്, പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. ആൻഡ് ഈ സ്കീമിനകത്ത് ദേ ആർ ഗിവിംഗ് ലോൺസ്. നമ്മുടെ സ്ട്രീറ്റ് വെൻഡേഴ്സിന് എന്താ 10,000 രൂപ വരെ ലോൺ കൊടുക്കുക. ആ ലോൺ വഴി അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ അവരെ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് അതാണ് ഈ പറഞ്ഞ PM സ്വാനിധി. വരുന്നവരാണ് മുഖുവാണ്, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഇതിന്റെ കൺസേൺഡ് മിനിസ്ട്രി. Then there is one more thing കൂടെ പറയാം. There is പ്രധാനമന്ത്രി ശ്രം യോഗി മൻധാൻ. പ്രധാനമന്ത്രി ശ്രം യോഗി മൻധാൻ സ്കീം ഫെബ്രുവരി 15, 2019 ഈ സ്കീം ലോഞ്ച് ചെയ്തത്. ഇതൊരു പെൻഷൻ സ്കീമാണ് കേട്ടോ. മിനിസ്ട്രി ഓഫ് ലേബർ എംപ്ലോയ്മെന്റ് ലോഞ്ച് ചെയ്ത ഒരു പെൻഷൻ സ്കീമാണ് ഈ പറഞ്ഞ പ്രധാനമന്ത്രി ശ്രം യോഗി മൻധാൻ എന്ന് പറഞ്ഞ. ഇത് നമ്മുടെ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്, നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന് വേണ്ടിയുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധാൻ എന്ന് പറഞ്ഞ. ആൻഡ് യു ക്യാൻ സി ഇത് കോൺട്രിബ്യൂട്ടറി ആണ്. നമ്മുടെ ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും പകുതി, അതുപോലെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. എത്രയാണോ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ സെയിം എമൗണ്ട് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യും, ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും. The amount the individual is contributing, the same amount will be contributed by the government. And you can see after 60 years അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 3000 രൂപ വെച്ച് പ്രതിമാസം കിട്ടുന്ന സ്കീമാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധാൻ. അതുപോലെ 2019 വന്ന മറ്റൊരു സ്കീമാണ് പ്രധാനമന്ത്രി ലഘു വ്യാപാരി മൻധാൻ. സോ ഇത് മെയിൻലി എഫിഷ്യൻ സ്കീം ഫോർ ട്രേഡേഴ്സ് ആൻഡ് സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ്. നമ്മുടെ ട്രേഡേഴ്സിനും അതുപോലെ സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസിന് വേണ്ടിയുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ലഘു വ്യാപാരി മൻധാൻ എന്ന് പറഞ്ഞ. ആൻഡ് ഇതും കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഗവൺമെന്റ് പകുതി കോൺട്രിബ്യൂട്ട് ചെയ്യും, പകുതി ഈ പറഞ്ഞ ട്രേഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് ആഫ്റ്റർ 60 years 60 വയസ്സ് മുതൽ ഈ പറഞ്ഞ വ്യക്തികൾക്ക് 3000 വെച്ച് കിട്ടുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് പ്രധാനമന്ത്രി ലഘു വ്യാപാരി മൻധാൻ സ്കീം. അതുപോലെ തന്നെ റിഗാർഡിംഗ് ദ ലേബർ, നമ്മുടെ ഇന്ത്യയിൽ റീസെന്റ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് അമാൽഗമേറ്റഡ് ദ ഓൾഡർ ഓർ erstwhile ലേബർ ലോസ് ആൻഡ് ആക്ട് into 4 ലേബർ കോഡ്സ്. മുന്നേ ഉണ്ടായിരുന്ന 29ഓളം സെൻട്രൽ ലേബർ ലോസിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അമാൽഗമേറ്റ് ചെയ്തു, അതിനെ സബ്മേർജ് ചെയ്തു. അങ്ങനെ 4 ലേബർ കോഡ്സ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തു. അതാണ് കോഡ് ഓൺ വേജസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, ഓക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്, ദെൻ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി. സോ 2019 കോഡ് ഓഫ് വേജ് വരുന്നത്.
ബാക്കിയെല്ലാം 2020-ലാണ്. കോവിഡ് കാലത്താണ് ഇതെല്ലാം പാസ്സാക്കുന്നത്. ആൻഡ് യു ക്യാൻ സി ഇതിന്റെ നീഡ് നോക്കുവാണെങ്കിൽ, ഓർ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദ അവർ, ഓർ വൈ ദർ ഇസ് എ നീഡ് ടു റിഫോം ദ ലേബർ ലോ. ദ മെയിൻ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ലേബർ ലോസ്, മുന്നേ ഉണ്ടായ പല ലേബർ ലോസും പണ്ട് മുതലുള്ളതാണ്. പ്രീ ഇൻഡിപെൻഡൻസ് ടൈമിലാണ്, ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള പല ലേബർ ലോസും. അതാണെന്ത് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് പലപ്പോഴും വി ക്യാൻ സി ഈ ലേബർ ലോസിലെ പ്രൊവിഷൻസ് അന്ധകാലത്തെയാണ്. അത് കറണ്ട് സിനാരിയോ ആയിട്ടോ കറണ്ട് റിയാലിറ്റി ആയിട്ടോ പലപ്പോഴും മാച്ച് ചെയ്യുന്നില്ല. വിഭിന്നമായിട്ടാണ് പലപ്പോഴും ഈ പറഞ്ഞ ലേബർ ലോസ് ഇരിക്കുന്നത്. അതേപോലെ യു ക്യാൻ സി ഈ നമ്മുടെ എക്കണോമിയിൽ എന്താ കറന്റ് വി ക്യാൻ സി ദർ ഇസ് ലോട്ട് ഓഫ് ന്യൂ ജോബ്സ്, പുതിയ പുതിയ ജോലികൾ ഉണ്ടാകുന്നുണ്ട്. ഫ്രീലാൻസ് ജോബ്സിന് കൂടുതൽ ഫോക്കസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഹേർഡ് അബൌട്ട് ഗിഗ് എക്കണോമി. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഗിഗ് എക്കണോമി. ഗിഗ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് ആർ ദ മോസ്റ്റ് മോഡേൺ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ദ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഹാസ് എ ഡിഫറെന്റ് റിലേഷൻ കമ്പയർഡ് ടു ദ പ്രീവിയസ് ടൈംസ്. പണ്ട് കാലത്തെ അപേക്ഷിച്ച്, പണ്ടുള്ള ട്രഡീഷണൽ റിലേഷനെ അപേക്ഷിച്ച് ഒരു മോഡേൺ റിലേഷൻ ആയിരിക്കും എംപ്ലോയറിനും എംപ്ലോയിക്കും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഗിഗ് എക്കണോമി ഓർ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് കൂടിക്കൊണ്ടിരിക്കുക. ലൈക്ക് സ്വിഗ്ഗി, സൊമാറ്റോ, ഓൺലൈൻ ഡെലിവറി ഫോം കൂടുതൽ വന്ന ശേഷം ഈ പറഞ്ഞ ഗിഗ് എക്കണോമി ഇപ്പോ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗിഗ് എക്കണോമി എക്സാമ്പിൾ ആണ് നമ്മുടെ ഓൺലൈൻ ഡെലിവറി പോർട്ടൽസ്, ഓൺലൈൻ ഡെലിവറി ജോബ്സ്. ഓൺലൈൻ ഡെലിവറി ജോബ്സ് ഒക്കെ ഗിഗ് എക്കണോമിയിൽ വരുന്ന ജോലികളാണ്. ആൻഡ് യു ക്യാൻ സി ഇതെല്ലാം എന്താ ഫ്രീലാൻസ് ജോബാണ്. അപ്പൊ നിലവിൽ എന്താ നമ്മുടെ എക്കണോമി റിഫോം ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എക്കണോമി ഇങ്ങനെ റിഫോം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ലേബർ ലോസ് എന്താ മാറുന്നില്ല. സോ ദർ വാസ് എ നീഡ് ടു റിഫോം ദ ലേബർ ലോസ്. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ലേബർ ലോസിനെ ഗവൺമെന്റ് അമെൻഡ് ചെയ്തു, പുതിയ ലേബർ ലോസ് കൊണ്ടുവന്നു. അതാണ് കോഡ് ഓൺ വേജസ്, സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, ഒക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്. കോഡ് ഓൺ വേജസ് പ്രധാനമായിട്ടും നമ്മുടെ മിനിമം വേജിനെ പറ്റിയും അതുപോലെ പേയ്മെന്റ് ഓഫ് ബോണസിനെ പറ്റിയൊക്കെ പറയുന്ന വേജ് ആണ്. അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് ഇസ് മെയിൻലി ഫോക്കസിങ് അബൌട്ട് ദ സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവിഷൻസ് ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയറുടെ സോഷ്യൽ സെക്യൂരിറ്റി റൈറ്റ്സ്, ലൈക്ക് മെറ്റേണൽ ബെനിഫിറ്റ് ഒക്കെ ഉണ്ടല്ലോ, മെറ്റേണിറ്റി ബെനിഫിറ്റ് പോലുള്ള റൈറ്റ്സ്, ഇതൊക്കെ പ്രതിപാദിക്കുന്നതാണ് സോഷ്യൽ സെക്യൂരിറ്റി കോഡ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് മെയിൻലി ഡീൽസ് വിത്ത് ദ ട്രേഡ് യൂണിയൻസ്. നമ്മുടെ ട്രേഡ് യൂണിയൻസും കമ്പനിയും തമ്മിലുള്ള റിലേഷൻ, അതുപോലെ എപ്പോഴൊക്കെ ഒരു കമ്പനിക്ക് ലേ ഓഫ് ചെയ്യാം, അതുപോലെ വ്യവസായപരമായ ഡിസ്പ്യൂട്ട്സ് ഏത് രീതിയിൽ അത് ഡിസ്കസ് ചെയ്യണം, അതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പറയുന്നത്. ദെൻ ഒക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്, ഇത് പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ തൊഴിലിടങ്ങളിലുള്ള സുരക്ഷിതത്വം, പ്രത്യേകിച്ച് അവിടെ വേണ്ട ബേസിക് അമ്യൂണിറ്റീസ്, ഇതൊക്കെ ഉറപ്പുവരുത്തുകയാണ് ഈ ഒരു സ്കീം പറയുന്നത്, ഈ ഒരു കോഡ് പറയുന്നത്. ആൻഡ് ആദ്യമായിട്ട് ഈ ഒരു കോഡ് പറയട്ടെ, ആദ്യമായിട്ട് ഈ ഒരു കോഡില് നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ടോയ്ലറ്റും സെപ്പറേറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കാനായിട്ട് ഈ ഒരു സ്കീമില് ഈ ഒരു കോഡിൽ പറയുന്നുണ്ട്. സോ എല്ലാ തൊഴിലിടങ്ങളിലും there should be a focus, there should be a consideration of the third gender community also എന്ന് പറയുന്നു. സോ പലപ്പോഴും എന്താ അവര് സമൂഹത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ഈ പറഞ്ഞ അമ്യൂണിറ്റീസും കമ്പനീസും ഉറപ്പുവരുത്തുകയെന്ന് ഈ ഒരു കോഡിൽ നമുക്ക് കാണാം. ആൻഡ് നെക്സ്റ്റ് ഈസ് എ പോർട്ടൽ വിച്ച് ഈസ് ശ്രം സുവിധ പോർട്ടൽ. ഇത് നമ്മുടെ ലേബർ ലോസ് അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ, അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, ഒരു കമ്പനിയിൽ കൃത്യമായ ലേബർ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ടോ, ഇതൊക്കെ ഒരു പബ്ലിക്കിന് അവെയർ ആക്കുന്ന ഒരു പോർട്ടലാണ് ശ്രം സുവിധ പോർട്ടൽ. സോ ഇറ്റ്സ് എ പോർട്ടൽ ഇൻ വിച്ച് എയിം ടു ബ്രിങ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ എൻഫോഴ്സ്മെന്റ് ഓഫ് ലേബർ ലോസ്. സോ നമ്മുടെ ലേബർ ഇൻസ്പെക്ഷൻ, ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇൻസ്പെക്ഷൻ നടക്കുന്നു, അതിന് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ ലേബർ ലോസിന്റെ എൻഫോഴ്സ്മെന്റ് അത് കൃത്യം നടപ്പിലാണെന്ന് ഉറപ്പാക്കുക. സോ പബ്ലിക്കിനിടയിൽ ഒരു ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ഒക്കെ എന്ത് ചെയ്യുക,
ഉറപ്പുവരുത്തുക ലേബർ ഇൻസ്പെക്ഷൻസിൽ. സോ ഈ പറഞ്ഞ ലേബർ ഇൻസ്പെക്ടേഴ്സ് കൃത്യമായി തന്നെ ഇൻസ്പെക്ട് ചെയ്യുന്നു, അവിടെ കറപ്ഷൻ ഒന്നുമില്ല, അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് Shram Sudha portal aim ചെയ്യുന്നത്. Then there is Pencil portal. So Pencil portal was mainly aimed to reduce അല്ലെങ്കിൽ prevent child labor ആണ്. So Pencil means platform for effective enforcement for no child labor. അതാണ് പെൻസിൽ എന്ന് പറയുന്നത്. സോ ചൈൽഡ് ലേബർ അത് പ്രിവെന്റ് ചെയ്യുക. ദർ ഈസ് പ്രൊവിഷൻ ഫോർ റിപ്പോർട്ടിംഗ് ചൈൽഡ് ലേബർ. എവിടെയെങ്കിലും ചൈൽഡ് ലേബർ കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഒക്കെ ഈ പറഞ്ഞ പെൻസിൽ പോർട്ടലിനകത്ത് ഉണ്ട്. സോ ചൈൽഡ് ലേബർ ഫ്രീ ആക്കുകയാണ് ഈ ഒരു പോർട്ടൽ ഉദാഹരണമായിട്ട് എയിം ചെയ്യുന്നത്. സോ ഈ സ്കീം നോക്കിയേ, PM Swanidhi scheme. It is a microcredit facility that provides street vendors a collateral-free loan of ₹10,000 with low rates of interest for a period of 1 year. ഫസ്റ്റ് ശരിയാണ്, കൊളാട്രൽ ഫ്രീ ലോൺ കൊടുക്കുക ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു വർഷത്തേക്ക്. ഫസ്റ്റ് കറക്റ്റ്. ഈ സ്കീം ലോഞ്ച് ചെയ്ത ആളാ, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് മിനിസ്ട്രി ഓഫ് ലേബർ എംപ്ലോയ്മെന്റ്, ഇറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആണ്. ഫസ്റ്റ് ശരിയാണ്, സെക്കൻഡ് തെറ്റാണ്. Then which was the first state to have a social audit law for mandatory social audit of government programs and schemes? നമ്മുടെ സർക്കാരിന്റെ സ്കീംസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീംസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രോഗ്രാംസ്, ഇവയെല്ലാം മാൻഡേറ്ററി ആയിട്ട് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകണം എന്ന് പറഞ്ഞ ആദ്യ സ്റ്റേറ്റ് ഏതാണ്? വിച്ച് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് എ ലോ, ഒരു നിയമം ഉണ്ടാക്കി ഈ പറഞ്ഞ സോഷ്യൽ ഓഡിറ്റിന് വേണ്ടിയിട്ട്? അറിയാമോ ഏതാണ് സ്റ്റേറ്റ് എന്ന്? The answer is മേഘാലയാണ്. മേഘാലയാണ് ആൻസർ. And next we can discuss about moonlighting. So ഈ അടുത്തിടയിൽ ഒക്കെ വാർത്തയിൽ വന്ന ഒരു ടേമാണ് മൂൺ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ മൂൺ ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് വർക്കിംഗ് an extra job beyond regular working hours, usually without the knowledge of employer. അതായത് ഒരു എംപ്ലോയറിന്റെ കീഴിൽ വർക്ക് ചെയ്യും, ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ അവരറിയാതെ തന്നെ, ആ എംപ്ലോയർ അറിയാതെ വർക്കിംഗ് അവേഴ്സിലല്ലാതെ ഒരാൾ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു. അങ്ങനെ കമ്പനിയിൽ നിന്ന് കമ്പനി വർക്ക് കഴിഞ്ഞിട്ട് കമ്പനി അറിയാതെ അയാൾ എന്ത് ചെയ്യുന്നു? സം എക്സ്ട്രാ ജോബ് ചെയ്യുന്നു. ദാറ്റ് ഈസ് മൂൺ ലൈറ്റ്. സോ ഇത് വാർത്ത വരാൻ കാരണം സ്വിഗ്ഗിയിലെ പേയ്മെന്റ് ബന്ധപ്പെട്ടാണ്. നമ്മുടെ സ്വിഗ്ഗി ഇല്ലേ, സ്വിഗ്ഗിയിലുള്ള ആളുകൾ, അവിടെയുള്ള എംപ്ലോയീസിന്റെ പേയ്മെന്റ് അത് ബന്ധപ്പെട്ടാണ് ഈ ഒരു ടേം വന്നത്. സോ സ്വിഗ്ഗി ഹാസ് അലൗഡ് മൂൺ ലൈറ്റിംഗ് ഫോർ ദ എംപ്ലോയീസ്. സ്വിഗ്ഗി എന്ത് ചെയ്തു? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്ത് ചെയ്യാം? മൂൺ ലൈറ്റ് ചെയ്യാം. സോ മൂൺ ലൈറ്റ് പറയാൻ കാരണം എന്താ? മൂൺ ലൈറ്റ്. രാവിലെ കമ്പനി വർക്ക് ചെയ്യുന്നു, രാത്രി കാലത്ത് മറ്റു വർക്ക് ചെയ്യുന്നു. അതാണ് മൂൺ ലൈറ്റിംഗ് എന്ന് പറയാൻ കാരണം. സോ രാത്രി കാലത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓഫ് ടൈം വർക്ക് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ സിൻസ് ദ വർക്ക് ഈസ് മോസ്റ്റ്ലി ഡൺ അറ്റ് നൈറ്റ് ഓർ വീക്കെൻഡ്സ്, നമ്മുടെ നൈറ്റിലോ വീക്കെൻഡ്സ് ഒക്കെ ചെയ്യുന്നത്, ദാറ്റ് ഈസ് വൈ ദിസ് ടേം മൂൺ ലൈറ്റിംഗ് ഈസ് യൂസ്ഡ്. ഇത് US ആദ്യമായിട്ട് ഈ ഒരു ടേം പോപ്പുലർ ആവുന്നത്. വർക്കേഴ്സ് ഇൻ US started to seek a second job beyond their regular job. സോ റെഗുലർ ജോബ് കഴിഞ്ഞ് ഒരു സെക്കൻഡ് ജോബ് അഡീഷണൽ ഇൻകത്തിന് വേണ്ടി ചെയ്യുന്നു. ഇതായിരുന്നു US ഉണ്ടായിരുന്നത്. ആൻഡ് ഇതിനു ശേഷമാണ് ഗ്ലോബൽ ലെവലിൽ എന്താ ഈ ഒരു പോളിസി, ഈ ഒരു ടേം ഒക്കെ കേട്ടു തുടങ്ങിയത്. ആൻഡ് റീസെന്റ് ഇന്ത്യക്കകം കാരണം കുറച്ചു കാലം മുന്നേ സ്വിഗ്ഗിയില് പേയ്മെന്റ് ബന്ധപ്പെട്ട് പേയ്മെന്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അവിടുത്തെ പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള എംപ്ലോയീസിനോട് സ്വിഗ്ഗി പറഞ്ഞിരുന്നു അവിടെ എന്ത് ചെയ്യാം, ദേ ക്യാൻ ഡു ഫോർ എക്സ്ട്രാ ജോബ് എന്നൊരു പെർമിഷൻ സ്വിഗ്ഗി കൊടുത്തിരുന്നു. സ്വന്തം ഇത് ഉദ്ദേശിക്കുന്നത് റെഗുലർ ജോലി ഉണ്ടാവും, ആ റെഗുലർ ജോലി കൂടാതെ ഒരു എക്സ്ട്രാ ജോബ് ചെയ്യുന്നു. സോ ദേ വിൽ ബി ഹാവിംഗ് എ റെഗുലർ ജോബ് ആൻഡ് ഈ പറഞ്ഞ റെഗുലർ ജോബ് കൂടാതെ ഓഫ് ടൈമില്, ഫ്രീ ടൈമില് വേറൊരു ജോലി അയാളെ എൻഗേജ്ഡ് ആവും. ദാറ്റ് ഈസ് മൂൺ ലൈറ്റിംഗ്. ആൻഡ് ദ മെയിൻ റീസൺ എന്താ? ദ മെയിൻ റീസൺ ഫോർ പ്രൊമോട്ടിംഗ് മൂൺ ലൈറ്റിംഗ് ഈസ് ഗെറ്റിംഗ് മോർ മണി ആണ്. അതുപോലെ തന്നെ വെൻ എ പേഴ്സൺ ഈസ് മൂൺ ലൈറ്റിംഗ്, he can acquire new skills.
അതുപോലെ അദ്ദേഹത്തിന്റെ സ്കിൽസ് എന്ത് ചെയ്യാം, ഷോക്കേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില കമ്പനി വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അവരെന്ത് ചെയ്യും, യൂട്യൂബ് ചാനൽ തുടങ്ങും. യൂട്യൂബ് ചാനൽ ഇപ്പൊ ട്രാവൽ വ്ലോഗോ അല്ലെ യൂട്യൂബ് ചാനൽ വഴി ഉള്ള വ്ലോഗൊക്കെ എന്ത് ചെയ്യും. സോ യൂട്യൂബ് വഴി എന്താ ഇൻകം. സോ അതെന്താ മൂൺലൈറ്റിംഗ് ആണ്. മനസ്സിലായോ? ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു, മേ ബി IT പ്രൊഫഷണൽ ആയിരിക്കും. സോ IT പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഹി വിൽ ബി വർക്കിംഗ്, ഹി വിൽ ബി ഹാവിങ് എ യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും വർക്ക് ചെയ്യും, എക്സ്ട്രാ ജോബ് ചെയ്യും. സോ ടു ഏൺ മോർ ഇൻകം. അല്ലെങ്കിൽ അയാളുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്യാനായിട്ട്, അയാളുടെ സ്കിൽസ് ഒന്ന് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, അയാൾക്ക് എക്സ്ട്രാ ജോബ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് മൂൺലൈറ്റിംഗ്. ആൻഡ് പലപ്പോഴും പറയട്ടെ, ചില കമ്പനീസ് അലോ ചെയ്യാറില്ല. ചില കമ്പനീസ് ഈ പറഞ്ഞ മൂൺലൈറ്റിംഗ് അലോ ചെയ്യാറില്ല. കാരണം അവർ പറയുന്നത് എന്താ, നമ്മളെ എംപ്ലോയീസിന്, തൊഴിലാളികൾക്ക് ഓഫ് കൊടുക്കുന്നത് വീക്കെൻഡ് ആയാലും അല്ലെങ്കിൽ ഒരു വർക്ക് ഡേയിലും ഓഫ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ, ഫോർ റിഫ്രഷിംഗ് ആണ്, അവരുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവാനും അതുപോലെ അവരുടെ എഫിഷ്യൻസി ബൂസ്റ്റ് ചെയ്യാനുമാണ്. പക്ഷെ ഇവര് അങ്ങനെ ഓഫ് എടുക്കാതെ ആ സമയത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ദർ മേ ബി എ റിഡക്ഷൻ ഇൻ ദ എഫിഷ്യൻസി. ഇവരുടെ എഫിഷ്യൻസി എന്ത് ചെയ്യാൻ ബാധിക്കാം, ഇവരുടെ ജോബിനെ എന്ത് ചെയ്യാൻ ബാധിക്കാം. അങ്ങനെ ഒരു ഫിയർ പലപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പല കമ്പനീസും മൂൺലൈറ്റിംഗ് പെർമിറ്റ് ചെയ്യാറില്ല. എന്നാൽ ചില കമ്പനീസ് എന്താ, ആയിക്കോട്ടെ എന്താ വെച്ചാൽ ആയിക്കോട്ടെ, ദേ വിൽ നോട്ട് മേക്ക് എ കമന്റ് ഓൺ ദാറ്റ്. കാരണം അവർ നോക്കേണ്ടത് അവരുടെ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, കമ്പനിയിൽ വർക്ക് ഓക്കെ ആണെങ്കിൽ ദേ വിൽ നോട്ട് ബി കൺസേൺഡ് അബൌട്ട് മൂൺലൈറ്റിംഗ് ഓഫ് ദ എംപ്ലോയി. ആൻഡ് റീസെന്റ് നമ്മുടെ കോവിഡ് സമയത്ത് പീപ്പിൾ ഗെറ്റ് മോർ ടൈം. കാരണം ഓൺലൈൻ ജോബ് ആയല്ലോ, പലർക്കും ഓൺലൈൻ ആണ്, ഓഫ്ലൈൻ വേണ്ട, കമ്പനി പോയി വർക്ക് ചെയ്യണ്ട. കമ്പനിക്ക് ലാഭമാണ്. കമ്പനിക്ക് എന്താ, ഒരു കമ്പനി ഓഫ്ലൈൻ ആകുമ്പോൾ എന്താ, അവിടെ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി യൂസേജ് കൂടും, നെറ്റ് യൂസേജ്, പവർ യൂസേജ് ഒക്കെ കൂടും. എന്നാൽ ഓൺലൈൻ ആകുമ്പോൾ കമ്പനിയുടെ പൈസ പോകുന്നില്ല. കമ്പനി ഈ പറഞ്ഞ ബിൽഡിംഗ് ഉണ്ടായിട്ട് കാര്യം, ബിൽഡിംഗ് വേണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ കറണ്ട് ചെലവാക്കണ്ട, നെറ്റ് ചെലവാക്കണ്ട. അവിടെ എന്താണ് ബെനിഫിറ്റ്, എംപ്ലോയി വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. അപ്പൊ കമ്പനിക്ക് ആ കേസ് നല്ലതാണ്. അപ്പൊ എംപ്ലോയിയുടെ കേസിൽ എന്താ ബെനിഫിറ്റ്, എംപ്ലോയി വിൽ ഗെറ്റ് മോർ ടൈം. ചില എംപ്ലോയീസിന് സമയം കൂടുതൽ കിട്ടാം. കാരണം ഈ പറഞ്ഞ ട്രാവലിംഗ് ടൈം ഇല്ല, അവിടെ പോയി വർക്ക് ചെയ്യണ്ട, വീട്ടിൽ വർക്ക് ചെയ്താൽ മതി. സോ ഫ്ലെക്സിബിൾ ആണ്. സോ മോർ ടൈം കിട്ടിയപ്പോ എന്താ, ദേ ക്യാൻ വർക്ക്, ദേ ക്യാൻ they can work an extra job, they can perform an extra job. അങ്ങനെയാണ് ഈ മൂൺലൈറ്റിങ് ഈ ഇടയ്ക്ക് കൂടാൻ കാരണം. നമ്മുടെ കോവിഡ് കാലത്താണ് പ്രത്യേകിച്ച് ഈ ഒരു മൂൺലൈറ്റിങ് നമ്മൾ കേട്ടത് ആ ടൈം. അതുപോലെ അതൊന്ന് സ്പ്രെഡ് ചെയ്യാനും കാരണം എന്താ, ഈ ടൈം കൂടുതൽ കിട്ടി ബിക്കോസ് ഓഫ് ദിസ് കോവിഡ് ക്രൈസിസ്. അതായിരുന്നു കാരണം. സോ വി വിൽ end the session now and we will discuss the rest in the coming classes. എംപ്ലോയ്മെന്റ് കഴിഞ്ഞു, ചെറിയൊരു പോർഷൻ ഉണ്ട് ഗിഗ് എക്കണോമി, അത് ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാം. സോ ഐ തിങ്ക് ബൈ ദിസ് വീക്ക് വിൽ ബി കംപ്ലീറ്റിംഗ് മൊഡ്യൂൾ 5. ഓക്കെ, നമുക്ക് എന്നാ സെഷൻ എൻഡ് ചെയ്യാം. എന്താ ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട് ഉണ്ടോ? സംശയം ഉണ്ടോ? ഇല്ല. ആ ശരി, ബൈ. Okay, sir. Thank you.